എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മലയാള കവിതയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ സ്ഥാനത്തെക്കുറിച്ച് ഒട്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സമാഹരിച്ചവയും അല്ലാത്തതുമായ കവിതകൾ ഒരു ഘട്ടത്തിൽ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ സമാഹരിക്കുകയുണ്ടായി. വള്ളത്തോൾ വിദ്യാപീഠമാണ് ആ സമാഹാരം പുറത്തിറക്കിയത്. അസാമാന്യമായൊരു യജ്ഞമായിരുന്നു ഒരു പക്ഷേ അത്. ഇടശ്ശേരി കവിതകളുടെ പ്രസിദ്ധീകരണ കാലമടക്കം, അത് പ്രസിദ്ധീകരിച്ച സന്ദർഭവും കാലവുമടക്കം വളരെ സൂക്ഷ്മമായുള്ള പഠനങ്ങൾ, മനനങ്ങൾ ഒക്കെ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പുസ്തകത്തിൻ്റെ ഒരു വലിയ കുഴപ്പമായി തോന്നിയിരുന്നത് അതിൽ ധാരാളം അച്ചടി പിഴവുകളുണ്ടായിരുന്നു. അതൊരു ആ സമാഹാരത്തിനെടുത്ത ഗോപാലകൃഷ്ണൻ മാഷ സമാഹാരം തയ്യാറാക്കുന്നതിനെടുത്ത അസാമാന്യമായ പ്രയത്നത്തെ ഒട്ടും കുറച്ച് കണ്ടിട്ടല്ല ഞാനത് പറയുന്നത്. പക്ഷെ പിന്നീട് ആ തെറ്റുകൾ പരമാവധി കുറച്ചുകൊണ്ട് ഇടശ്ശേരിയുടെ മകനും മലയാളത്തിൻ്റെ പ്രിയ കഥാകൃത്തുമായിരുന്ന ശ്രീ ഇ ഹരികുമാർ അത് പുതുക്കി തയ്യാറാക്കുകയുണ്ടായി. അതിനുശേഷം ഇടശ്ശേരിയുടെ മുഴുവൻ കവിതകളെയും ചേർത്തുകൊണ്ട്, മുഴുവൻ കവിതകളും എന്ന് പറഞ്ഞാൽ അതിൽ ഇടശ്ശേരി ജീവിച്ചിരിക്കുന്ന കാലത്ത് പുസ്തക രൂപത്തിൽ വന്നതും അദ്ദേഹം സമാഹരിക്കാൻ താല്പര്യപ്പെട്ടതുമായ മുഴുവൻ കവിതകളും എടുത്തുകൊണ്ട് ആ കവിതകളെ കൃത്യമായും ഓരോ കവിതയ്ക്കും അതിസൂക്ഷ്മമായ വിശദീകരണ കുറിപ്പുകൾ തയ്യാറാക്കിക്കൊണ്ട് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ധനസഹായത്തോടു കൂടി പൂർണ്ണ പബ്ലിക്കേഷൻസ് ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ സമാഹാരം, ഇടശ്ശേരി കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരം 4 വോളിയമായിട്ട് പുറത്തിറക്കുക. ശ്രേഷ്ഠൻ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടുന്ന ശ്രീ പ്രൊഫസർ കെ പി ശങ്കരൻ മാഷാണ് ഈ കവിതകളുടെ മർമ്മം അറിഞ്ഞുകൊണ്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇടശ്ശേരി കവിതകളിൽ ഊടുംപാവും പോലെ കിടക്കുന്ന നാട്ടുഭാഷാ വിശേഷങ്ങളും നാട്ടുപ്രയോഗ രീതികളും വളരെ അത്ഭുതകരമായി, ഫോർഗ്രൗണ്ടിങ്ങിൻ്റെയൊക്കെ അത്ഭുതകരമായ അവസ്ഥകളുമൊക്കെ ശങ്കരമാഷ് വളരെ സൂക്ഷ്മസ്ഥായിയിൽ തന്നെ വിസ്തരിക്കുന്നു എന്നതാണ് ഈ കുറിപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതും വളരെ ഹാൻഡിയായ 4 വോളിയമായിട്ടാണ്. കേവലം 600 രൂപയാണ് അതിന് വില നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സമാഹാരം തയ്യാറായിട്ട് ഏറെക്കുറെ ഒരു 3 മാസത്തോളമായി. ഈ സമാഹാരം തയ്യാറായ സമയത്ത് ലോകം പാൻഡമിക്കിൻ്റെ പിടിയിലാണ്. എല്ലാവരും നിശ്ചലമായി അവനവൻ്റെ വീടുകളിലും അവനവൻ്റെ ഇടങ്ങളിൽ ഒതുങ്ങിക്കൂടിപ്പോയ ഒരു കാലമാണ്. ആ കാലത്ത് ഈ പുസ്തകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കണം എന്ന മോഹം സ്മാരക സമിതിക്കുണ്ടായി. ഇടശ്ശേരി സ്മാരക ട്രസ്റ്റിനും സ്മാരക സമിതിക്കും ഒരുപോലെ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടായി. സ്വാഭാവികമായും സ്മാരക സമിതിയുടെ ആജീവനാന്ത പ്രസിഡൻ്റായിരുന്ന മഹാകവി അക്കിത്തത്തിൻ്റെ കയ്യിൽ നിന്ന് അത് അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ മാഷ് കൈമാറിക്കൊണ്ടായിരിക്കണം എന്ന ഒരു താല്പര്യവും മോഹവും എല്ലാവർക്കും ഐകകണ്ഠേന അങ്ങനെ ഉണ്ടായി. അതിനനുസരിച്ച് അക്കിത്തത്തിൽ നിന്ന് ഇത് സ്വീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു സന്ദർഭം രൂപപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വളരെ പതുക്കെ എന്ന് പറഞ്ഞ പോലെ ശയ്യാവലംബിയാവുകയും അദ്ദേഹത്തെ ഇത്തരമൊരു കാര്യം പറഞ്ഞു പോലും ബുദ്ധിമുട്ടിക്ക വയ്യാത്ത എന്നല്ല പറയേണ്ടത്, ബുദ്ധിമുട്ടിക്ക വയ്യാത്ത ഒരവസ്ഥ സംജാതാവുകയും ചെയ്തു. എന്നിരുന്നാലും
എന്തെങ്കിലും ഒരു 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 വെളിച്ചം വന്നു വീഴുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിക്കാം എന്ന് കരുതി സ്മാരക സമിതി കാത്തു നിൽക്കുകയും പക്ഷേ ഒരിക്കലും അത് സാധ്യമാകാത്ത വിധത്തിൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ഈ ഇടശ്ശേരിയുമായി ബന്ധപ്പെട്ടതും ഇടശ്ശേരി സ്മാരക സമിതിയുമായി ബന്ധപ്പെട്ടതുമായ ഏത് കർത്തവ്യത്തിൻ്റെ പിന്നിലും ആ മഹാമനുഷ്യൻ്റെ ഇടപെടലും സാന്നിധ്യവുമുണ്ട് എന്ന ഒരു പൂർണ്ണമായ തിരിച്ചറിവോടുകൂടി ഞങ്ങളിന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാം. ഈ പ്രകാശന കർമ്മത്തിൽ 37-ലധികം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ സന്ദർഭത്തിൽ ഇത്ര അധികം പ്രതിഭകൾ ഒരുമിച്ച് സംസാരിക്കുന്ന സന്ദർഭം വളരെ കുറവാണ്. ഈ പ്രകാശനത്തിൽ പങ്കെടുക്കണമെന്നും വെർച്വലായ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇടശ്ശേരിയെക്കുറിച്ചും ഇടശ്ശേരി അനുഭവത്തെക്കുറിച്ചും ഇടശ്ശേരി കവിതകളെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ചുമൊക്കെ സാമാന്യനായി സംസാരിക്കണമെന്നും ഞാൻ വിളിച്ച് ആവശ്യപ്പെടുമ്പോൾ MT വാസുദേവൻ നായർ മുതൽ ഇങ്ങേ അറ്റത്ത് EM സുരജ വരെയുള്ള മലയാളത്തിൻ്റെ പ്രഗത്ഭരും പ്രശസ്തരും പ്രതിഭാശാലികളുമായ എഴുത്തുകാർ ഓരോരുത്തരും സർവാത്മന യാതൊരു ഒരു മടിയും കൂടാതെയാണ് വന്ന് നിന്ന് സംസാരിച്ചത്. അതിൽ MT ഉണ്ട്, ശങ്കരൻ മാഷുണ്ട്, അച്യുതനുണ്ണി മാഷുണ്ട്, ശൂലവാണിയുണ്ട്, CB ഗോവിന്ദൻ മാഷുണ്ട്, സജയുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാടുണ്ട്, സുനിൽ P ഇളയിടമുണ്ട്, ആത്മാരാമനുണ്ട്. അങ്ങനെ വളരെ വിപുലമായ ഒരു പാനലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇടശ്ശേരി അനുഭവം പങ്കിടുന്നുണ്ട്, ഇടശ്ശേരി കവിതയുടെ അനുഭവം പങ്കിടുന്നു, MT ഇടശ്ശേരി അനുഭവമാണ് പങ്കിടുന്നത്, CB ഗോവിന്ദൻ ഇടശ്ശേരി അനുഭവമാണ് പങ്കിടുന്നത്, E ജയകൃഷ്ണൻ ഇടശ്ശേരി കവിതകളിലൂടെയുള്ള അസാധ്യമായൊരു സഞ്ചാരമാണ്, സജയ് ഇടശ്ശേരി കവിതയെ ഒരു പക്ഷേ വളരെ വ്യത്യസ്തമായൊരു കോണിലൂടെയാണ് കാണുന്നത്, ബാലേന്ദ്രൻ ചുള്ളിക്കാട് അങ്ങേയറ്റം വികാരഭരിതനായിട്ടാണ് കവിതയെക്കുറിച്ച് സംസാരിക്കുന്നത്, സുനിൽ P ഇളയിടം ആ കവിതയുടെ സാംസ്കാരിക അന്തരീക്ഷത്തെക്കുറിച്ച് അതിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ വിവക്ഷകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആരോടും ഇത്ര സമയത്തിനുള്ളിൽ ഒതുക്കി പറയണമെന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിരുന്നില്ല. അവരവർ മനസ്സിൽ കണ്ട ഒരു സംഗതിയെ പറയാൻ സാമാന്യന അവർക്ക് താല്പര്യമുള്ള അത്ര സമയം അവരെടുത്തിട്ടുണ്ട്. ദീർഘമായൊരു ഫയലാണ് ഒരു പക്ഷേ ഈ ഉദ്ഘാടന വേദിയിൽ ഉള്ളത്. അത് മുഴുവൻ ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ തരികയാണ്. ഞാൻ ഈ 37 പേരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം എടുക്കുന്നില്ല. 37 പേരും ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്ന രീതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ്. ഇടശ്ശേരിയെയും അദ്ദേഹത്തിൻ്റെ കവിതയെയും മനസ്സിൽ അങ്ങേയറ്റം ആഹ്ലാദത്തോടുകൂടി, അങ്ങേയറ്റം ആദരവോടുകൂടി, അങ്ങേയറ്റം അഭിമാനത്തോടുകൂടി, അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി കൊണ്ടു നടക്കുന്നവരാണ്. ഓർക്കുക, മരിച്ചു പോകുമ്പോൾ ഇടശ്ശേരി മലബാറിൽ മാത്രം അറിയപ്പെട്ട ഒരു കവിയാണ്. ഇടശ്ശേരി മലയാളം മുഴുവൻ അറിയപ്പെട്ട കവി ആയിരുന്നില്ല. പക്ഷെ മരിച്ച് 10 വർഷത്തിന് ശേഷം ആധുനികത എന്ന് പറയുന്ന ഒരു സംവർഗത്തെ അടിസ്ഥാനമാക്കി മലയാള കവിത സംസാരിക്കാൻ തുടങ്ങിയ സന്ദർഭം മുതൽ ഇടശ്ശേരി ആണ് കവിതയുടെ നെറ്റിക്കയിൽ നിന്നത്. ഇടശ്ശേരി അങ്ങനെ നെറ്റിക്കയിലേക്ക് വന്നത് ആ കവിത വായിപ്പിക്കുന്ന ഒരു ഘടകം അതിനകത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. ആ വായിപ്പിക്കുന്ന ഘടകത്തെ കണ്ടെടുത്തത് 80കൾക്ക് ശേഷം വന്ന മലയാളത്തിലെ വായനാ സമൂഹം തന്നെയാണ്, മലയാളത്തിലെ നിരൂപക സമൂഹം തന്നെയാണ്. അങ്ങനെ ഒരു നിരൂപക സമൂഹത്തെ, അങ്ങനെ ഒരു വായനാ സമൂഹത്തെ ഒരുക്കിയെടുത്തതിൽ അങ്ങേയറ്റം പങ്കുവഹിച്ച MT വാസുദേവൻ നായരും PM നാരായണനും CB ഗോവിന്ദനും KP ശങ്കരനും KV രാമകൃഷ്ണനും അടക്കമുള്ള വലിയ ഒരു നിര മുതിർന്നവരുണ്ട്. ആ മുതിർന്നവരുടെ പിന്നാലെ
ആ മുതിർന്നവർ കാണിച്ചു തന്ന വഴിയിലൂടെ അതിന് പിന്നാലെ സഞ്ചരിച്ചവരാണ് ഞങ്ങളൊക്കെ. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. FB പ്ലാറ്റ്ഫോമിലും യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും ഈ പ്രഭാഷണ പരമ്പര എന്ന് തന്നെ പറയട്ടെ, ഒറ്റയടിക്ക് എടശ്ശേരി കവിതയുടെ വലിയൊരു ആർക്കൈവ്സിൽ ആയി ആർക്കൈവ്സായി മാറാനിരിക്കുന്ന ഈ ദീർഘങ്ങളായ ഈ സംസാര പരമ്പര ശ്രവിക്കാനെത്തിയിരിക്കുന്ന, കാണാനെത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇടശ്ശേരി സ്മാരക സമിതിക്ക് വേണ്ടി സർവാത്മന സ്വാഗതം ചെയ്യുന്നു. അതിന് പുറമേ അതിനേക്കാൾ വലിയൊരു ദൗത്യം ഇടശ്ശേരി സ്മാരക സമിതി ഇതിനോടൊപ്പം തന്നെ നിർവഹിക്കുന്നുണ്ട്. അത് ഇടശ്ശേരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ പഠനങ്ങളുടെയും ഒരു ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ്. ഇടശ്ശേരി സ്മാരക സമിതിയാണ് ഈ ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ ബിബ്ലിയോഗ്രാഫിയുടെയും പ്രകാശന ചുമതല പ്രകാശന കർമ്മം ഇന്ന് ഇവിടെ നടക്കുന്നു. ഇത് രണ്ടും പ്രതീതി യാഥാർത്ഥ്യത്തിൻ്റെ ഈ ലോകത്ത് ഇങ്ങനെ നടക്കുന്നു എന്നത് ഈ കാലം എങ്ങനെയൊക്കെ തടഞ്ഞാലും മനുഷ്യൻ അവൻ്റെ ഇച്ഛാനുസരണമുള്ള കർമ്മവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മലതുരക്കൽ എന്ന വൈലോപ്പിള്ളിയുടെ കവിത ഓർക്കുക. ഒരു പക്ഷേ വൈലോപ്പിള്ളി മലതുരക്കൽ എന്ന കവിതയൊക്കെ എഴുതുന്ന സമയത്ത് ഇടശ്ശേരിയൊക്കെ ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുക. തലമുറകൾ തമ്മിലുള്ള സംഘർഷമാണത്. സത്യത്തിൽ തലമുറകൾ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കാലവുമായി മനുഷ്യൻ്റെ സംഘർഷമാണ്. കാലവും പരിതസ്ഥിതിയുമായുള്ള സംഘർഷമാണ്. ആ സംഘർഷത്തിൽ എപ്പോഴും ഇച്ഛാനുസരണം പ്രവർത്തിക്കുന്ന മനുഷ്യൻ തന്നെയാണ് മുന്നിൽ നിന്നിട്ടുള്ളത്, മനുഷ്യൻ തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നു എന്ന് നിറഞ്ഞ ആഹ്ലാദത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം കൂടി ഒറ്റ വാക്കിൽ ഞാൻ എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. എല്ലാവരും അവസാനം വരെ ഈ പരിപാടിയുടെ ഒപ്പം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. രണ്ടാമതായി ഞാൻ പരിചയപ്പെട്ട കവിയാണ് ഇടശ്ശേരി. ആദ്യമായി പരിചയപ്പെട്ട കവി അക്കിത്തവും. സാഹിത്യത്തിൻ്റെ പടിപ്പുരയ്ക്കടുത്ത് വെയിൽപ്പറപ്പിലെ തളിരുകളും പൂക്കളും കണ്ട് ഇടയ്ക്ക് ആരാധനയോടെയും ഭയപ്പാടോടെയും അകത്തേക്ക് ഉറ്റുനോക്കി നിന്ന ഇളം പ്രായത്തിലാണ് ഇത് നടന്നത്. എഴുത്തുകാരെ കൃതികളിലൂടെ പരിചയപ്പെടാനാണ് എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അവസരമുണ്ടാക്കി അടുത്ത് എന്ന് പരിചയപ്പെട്ടു എന്ന് വരുത്തി ചാരിതാർത്ഥ്യം കൊള്ളാൻ എന്തോ അന്നേ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കത്തുകളിലൂടെ വർഷങ്ങളോളം സംസാരിച്ച ചിലരെ നേരിട്ട് കണ്ടപ്പോൾ കത്തുകളിൽ അനുഭവപ്പെട്ട സൗഹൃദത്തിൻ്റെ ചൂട് അന്തരീക്ഷത്തെ കാണാതെ നിരാശ നിശബ്ദമൊതുക്കി നിന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷമമൊന്നും കൂടാതെ അടുത്തവരാണ് അക്കിത്തവും ഇടശ്ശേരി. അക്കിത്തത്തെ ശരിക്കു പറഞ്ഞാൽ പരിചയപ്പെടലുകളുടെ കണക്കിൽ കൂട്ടാൻ പാടില്ല. അദ്ദേഹം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. ഞാൻ അവരുടെ കുടുംബത്തിലെയും എന്നും അദ്ദേഹം തൊട്ടടുത്തുണ്ടായിരുന്നു എന്നർത്ഥം. ഇടശ്ശേരിയെ പരിചയപ്പെട്ടത് കുറേ കൂടി കഴിഞ്ഞ ശേഷമാണ്. ഇടശ്ശേരി, PC, അക്കിത്തം, കടവനാടൻ എന്നിവർ പൊന്നാനി പരിസരത്തിലുണ്ടെന്നറിയാം. അക്കിത്തത്തിൽ നിന്നും കവിതയിലും സാഹിത്യത്തിലും എന്നെക്കാൾ അന്ന് താല്പര്യമുണ്ടായിരുന്ന ജ്യേഷ്ഠനിൽ നിന്നും അവരെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. കടവനാടനും പരേതനായ E. നാരായണനും ഇടശ്ശേരിയുടെ സാഹിത്യ ശിഷ്യന്മാരാണ് എന്ന് ഏട്ടൻ പറഞ്ഞില്ല. പക്ഷെ അക്കിത്തത്തിൻ്റെ കവിത കൂടി തിരുത്തി കൊടുക്കും ഇടശ്ശേരി എന്ന് കേട്ടപ്പോൾ സംശയമുണ്ടായി. ഞാൻ കണ്ട ഏറ്റവും വലിയ കവി അക്കിത്തമാണ്. അദ്ദേഹത്തിൻ്റെ കവിത തിരുത്തരണമെങ്കിൽ ഇദ്ദേഹം ആരായിരിക്കണം? അളകാവലിയുടെ ആദ്യ പതിപ്പിൽപ്പെട്ട ഒരു ദുറാവായ പുസ്തകം ഇവിടെ നിന്നോ കിട്ടി, വായിച്ചു.
കവിത മനസ്സിലാവാഞ്ഞിട്ടാവണം ഉള്ളിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നില്ല. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന മാസങ്ങളിലൊന്നിൽ ഒരു സന്ധ്യയ്ക്ക് തപാലാഫീസിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠൻ ഒരു ചൈതന്യം മാസിക കൊണ്ടുവന്നു. അത് ആദ്യത്തെ പേജിൽ തുടങ്ങുന്ന പുത്തൻകരവും അരിവാളും വായിച്ചു. പോരാ, വീണ്ടും വീണ്ടും വായിച്ചു. ഇതൊരു പുതിയ അനുഭൂതിയാണ്. ഇദ്ദേഹത്തിൻ്റെ പല കോണുകളിലും പലതും അരിഞ്ഞൊഴുകുന്നു. അവ്യക്തമധുരവും അസാധാരണവുമായ ഒരു അസ്വാസ്ഥ്യം കവിത ആസ്വാദകൻ്റെ ഹൃദയത്തിൽ കയറി ഇരിപ്പുറപ്പിക്കുന്നു. മുനിഞ്ഞു കത്തുന്ന ചിമ്മി വിളക്കിൻ്റെ വെളിച്ചത്തിൽ സന്ധ്യയ്ക്കിരുന്ന ആ കവിത വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് കവിത എഴുതണമെന്ന് തോന്നി. എഴുതി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നോക്കുമ്പോൾ ദുർബലമായ ഒരു അനുകരണം മാത്രമാണ്. ഞങ്ങളുടെ താന്നിക്കുന്നിൻ്റെ മുകളിലെ അയ്യപ്പൻ എടശ്ശേരിയുടെ കോമാൻ വേഷം മാറി വന്നതാണ്. കല്ലാസ് ചിന്തിക്കളഞ്ഞു. തകഴി, പൊറ്റക്കാട്ട്, ദേവ്, ബഷീർ, പ്രകൃതികളുടെ നോവലുകൾ, കഥകൾ ആർഡിയിലൂടെയും ഡ്യൂമാസിലൂടെയും കടന്നു എന്ന് കമ്പം കയറിയെന്ന ഇംഗ്ലീഷ് നോവലുകൾ, വരയിട്ട നോട്ട് പുസ്തകങ്ങളിൽ നിറയെ സൂക്ഷിച്ച് ഞാൻ മാത്രം വായനക്കാരനായ സ്വന്തം ചെറുകഥകൾ, പോയ പുകിലിന് അരുമയോടെ വിതച്ച ആര്യൻ വീട്ടിലൊരെണ്ണം അറിയാതെ എൻ്റെ ഇപ്പുറത്തെ ഒരുക്കാത്ത കൃഷിഭൂമിയിലേക്കിട്ടത് ഇടശ്ശേരി തന്നെ. ഞാൻ മലയാളത്തിലെ മികച്ച കവിതകളെ എല്ലാം തന്നെ ആദ്യപൂർവ്വം വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കവിതയുടെ ഒരാരാധകനാണ് ഞാൻ. എനിക്ക് ഓർമ്മയിൽ നിന്നെടുത്ത് അനായാസമായി ചെല്ലാൻ കഴിയുന്ന കവിതകൾ ഏറ്റവും കൂടുതൽ ഇടശ്ശേരിയുടെയാണ്. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള കവികൾ വേറെ പലതുമുണ്ട്. പക്ഷേ ഇടശ്ശേരിയാണ് എൻ്റെ സ്വന്തം കവി. ഇടശ്ശേരി കവിതകളുടെ മുമ്പിൽ അത്ഭുതാതരങ്ങളോട് ഒരു നിമിഷം നിൽക്കുകയും എന്നിട്ട് കടന്നു ചെല്ലുകയും ആരാധന കഴിഞ്ഞ് തിരിച്ചു പോവുകയല്ല ഞാൻ ചെയ്യാറ്. എനിക്ക് അവകാശപ്പെട്ട മുതലുകളായി ഞാനവ വാരിയെടുത്ത് എൻ്റെ കലവറയിൽ സൂക്ഷിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് നോക്കാനും രസിക്കാനും വേണ്ടി. ഇടശ്ശേരിയുടെ കവിതകൾ എൻ്റെ കൂടിയായ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ജീവൽ സ്പന്ദനങ്ങളാണ്. അതിൽ ഇടയ്ക്ക് കരനീട്ടുന്ന മനുഷ്യരും ചെടികളും പൂക്കളുമെല്ലാം എനിക്ക് സുപരിചിതമായ ഒരു ദേശത്തിൻ്റെ വേർതിരിച്ചറിയാവുന്ന മുഖങ്ങളാണ്. ഞാൻ എഴുതാൻ ആഗ്രഹിച്ച പക്ഷേ ഒരിക്കലും എനിക്ക് എഴുതാൻ സാധിക്കാത്ത കവിതകളാണ് ഇടശ്ശേരിയുടെ കവിതകൾ എന്നെനിക്ക് അന്നേ തോന്നി. അതുകൊണ്ടാണ് ഇടശ്ശേരിയെ സ്വന്തം കവി എന്ന് വിളിക്കുന്നത്. ഇത് പക്ഷപാതപരമാണെന്ന് എങ്കിൽ ക്ഷമിക്കണം. രക്തത്തിന് വെള്ളത്തേക്കാൾ കട്ടിയുണ്ട്. വ്യക്തിപരമായി അഥവാ ഒരു ഔപചാരികമായി ഇടശ്ശേരിയെ പരിചയപ്പെട്ട എന്നാണെന്ന് ഞാൻ ഓർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ല. എവിടെ വെച്ചുമാവാം. മൂവാങ്ങര കുന്നിൻ്റെ നെറുകയിലെ കലാസമിതി സമ്മേളനത്തിലോ കൃഷ്ണപ്പണിക്കർ വായനശാലയിൽ കൂട്ടുകൃഷിക്കാലത്ത് ഒരിക്കലോ ആവാം. പക്ഷേ അതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. ഇടശ്ശേരി എന്നും എനിക്കൊരു അപരിചിതനായിരുന്നില്ല. തികച്ചും അടുത്തു കഴിയുമ്പോൾ ആരാധന നൽകിയ മൂടുപടം മറന്നു വീണ് വ്യക്തി അനാവരണം ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും വിഗ്രഹത്തിൻ്റെ ഒടിവുകളും ചതവുകളും കണ്ട് നമുക്ക് അസംതൃപ്തരാകേണ്ടി വരും. പക്ഷേ മൂടുപടമില്ലാതെ കഴിയുന്ന ഈ വെറും മനുഷ്യൻ എന്നെ കവിയേക്കാൾ കൂടുതൽ ആകർഷിക്കുന്നു. വർഷങ്ങളോളം കണ്ടില്ലെന്ന് വരും, കത്തുകൾ കൈമാറിയില്ലെന്ന് വരും. എന്നിട്ടൊരിക്കൽ കണ്ടുമുട്ടുമ്പോൾ ഇന്നലെ കണ്ടുപിരിഞ്ഞ പോലെയുള്ള അടുപ്പവും സൗഹൃദത്തിൻ്റെ തീക്ഷ്ണതയെ അനുഭവപ്പെട്ടു അകന്നിറയുകയും നേരം പോക്കും നാട്ടുപഞ്ചായത്തുമായി ജീവിച്ചു കഴിഞ്ഞ വേളയിൽ പലതും നേടിയെന്ന് ഉള്ളിലൊരു ബോധത്തോടെ പിരിഞ്ഞു പോരുകയും ചെയ്യും. ഈ അനുഭവം എനിക്ക് രണ്ടുപേരെ കണ്ടുമുട്ടുമ്പോഴേ അക്കാലത്ത് വന്നിട്ടുള്ളൂ. ഒന്ന് വീട്ടിൽ ഭട്ടതിരിപ്പാൻ, മറ്റേത് ഇടശ്ശേരി. അസുരവിത്ത് എന്ന നോവൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്ത് മതം മാറുന്ന പള്ളിയുടെ അകം കാണാൻ പൊന്നാനിയിൽ പോയി. കോടതി മുറ്റത്ത് വെച്ച് ഇടശ്ശേരിയെ കണ്ട് കാര്യം പറഞ്ഞു.
അദ്ദേഹം ഏർപ്പാട് ചെയ്തു തന്നു. ഞാൻ പള്ളിയുടെ അകത്ത് കയറി എല്ലാം കണ്ടു. അന്ന് രാത്രി ഇടശ്ശേരിയുടെ വീട്ടിലാണ് താമസിച്ചത്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് ഇടപ്പാടിൽ കവികാതിക സമ്മേളനത്തിന് ഇടശ്ശേരിയെ കണ്ടപ്പോൾ എനിക്ക് സംശയമായി. ഇടശ്ശേരിയെ ഞാൻ ഇന്നലെ സന്ധ്യയ്ക്കാണ് കണ്ടത്, അത് 3 കൊല്ലം മുമ്പ്. കാലത്തെയും ദൂരത്തെയും കീഴടക്കുന്ന യഥാർത്ഥ സൗഹൃദത്തിൻ്റെ ഒരു പരിവേഷമുണ്ട് ഈ മനുഷ്യന് ചുറ്റും. ഉടലൂരിൽ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറുള്ള കുന്നിൻ്റെ ചെരുവിൽ ഇല്ലപ്പറമ്പിൻ്റെ പുറത്ത് ഒരു കൂറ്റൻ അലറി മരമുണ്ട്. വഴിത്താര അതിൻ്റെ ചുവട്ടിലൂടെ നീണ്ടു ചെന്നാണ് താഴേക്കിറങ്ങുന്നത്. പലപ്പോഴും അതിൻ്റെ ചുവട്ടിലൂടെ നീണ്ടു ചെന്നാണ് കടന്നു പോകേണ്ടി വരും. നല്ല തണൽ, മുകളിലും താഴെയും പൂക്കൾ. ഒരിക്കൽ അഡ്വമ്പടെ ഞാൻ കണ്ടെത്തി ആ പൂമരഛായ പുറം മാത്രമല്ല അകവും കുളിർപ്പിക്കുന്നതാണ്. അകന്നു നിൽക്കുമ്പോഴും ആ ഗ്രാമം മുഴുവൻ ആ പൂമരഛായയിലൂടെ എൻ്റെ മനസ്സിൽ ജീവിക്കുന്നു. ഇടശ്ശേരിയും അതുപോലെ തന്നെ. കാലം ചിതൽ കുത്താത്ത പൂമരങ്ങളാണല്ലോ കവികൾ. തണലും സുഗന്ധവും നൽകുന്ന ഈ തരിച്ഛായകൾ മാത്രമാണല്ലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ അപൂർവ സൗഭാഗ്യങ്ങൾ. കൂട്ടുകാരെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചില അനർഘ നിമിഷങ്ങളെങ്കിലും ഉണ്ടാവാതെ തരമില്ല. മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്ന് വൈലോപ്പിള്ളി. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു മുന്തിയ സന്ദർഭത്തിലൂടെ, സാരമായ മാത്രകളിലൂടെ ആണ് ഞാനിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാകവി ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ കൃതികളുടെ പുതിയ പതിപ്പ് മുൻ പതിപ്പുകളിലുണ്ടായിരുന്ന എല്ലാ സവിശേഷതകളും നിലനിർത്തിക്കൊണ്ട് ഇടശ്ശേരിയുടെ ഹൃദയം വിരൽത്തുമ്പുകൊണ്ട് തൊട്ടറിഞ്ഞ ശ്രീ KP ശങ്കരൻ്റെ പ്രവേശകക്കുറിപ്പുകളും ടിപ്പണികളും ചേർത്ത് 4 വോള്യങ്ങളായി അവതരിപ്പിക്കുന്നതിൻ്റെ പ്രകാശന ചടങ്ങിലാണല്ലോ നാം ഇപ്പോൾ. ഈ മഹിത മുഹൂർത്തത്തിൽ പങ്കാളിയാവുമ്പോൾ എൻ്റെ മാത്രകളും സാരവത്തുക്കളാവുന്നു. ഇതിനിടയാക്കിയ എല്ലാവരോടുമുള്ള കൃതജ്ഞത ആദരങ്ങൾ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കട്ടെ. പേര് വിളിച്ചു പോരുന്നു എങ്കിലും ഇതെന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്ന് യാതൊരെത്തും പിടിയും ഇനിയും കിട്ടിയിട്ടില്ലാത്ത ഒരു മഹാമാരിയുടെ ആഗോള താണ്ഡവത്തിനിടയിലാണല്ലോ നമ്മൾ ഈ പുസ്തകപ്രകാശന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതൊന്ന് അടങ്ങിയിട്ടു മതി എന്നു കരുതിയാൽ അടുത്തെങ്ങും ഇത് പെയ്തൊഴിയാനുള്ള സൂചനകളൊന്നും അന്തരീക്ഷത്തിൽ തെളിയുന്നും ഇല്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പത്മാസനത്തിലിരിപ്പും തുടമേൽ മലർന്ന കൈയും ആയി കണ്ണുമടച്ച് അകർമ്മണ്യതയിൽ ഒതുങ്ങിക്കൂടരുത് എന്നും വെല്ലുവിളികളെ നേരിട്ട സാഹചര്യങ്ങളെ മെരുക്കിയെടുത്ത് കർമ്മം ചെയ്യണം എന്നും ആണല്ലോ ഇടശ്ശേരി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട്
നമ്മളിങ്ങനെ ഒത്തുകൂടി പരിപാടി നടത്തുന്നു. ഈ പരിപാടിക്ക് ഒരു കോട്ടം ഉണ്ട്, അതോടൊപ്പം ഒരു നേട്ടവും. സൗഹാർദ്ദപൂർണവും വികാര നിർഭരവും ആയ ഒരന്തരീക്ഷം ഒരുക്കുന്ന സദസ്സിനെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഇതിൻ്റെ കോട്ടം. എന്നാൽ അത്തരമൊരു പരിപാടിയിൽ നമ്മളോട് സൗഹൃദവും അതിലേറെ ഇടശ്ശേരിയോട് ബഹുമാന ആദരങ്ങളും ഉണ്ടായിരുന്നിട്ടും പ്രായോഗികമായി നേരിട്ട് പങ്കെടുക്കാൻ കഴിയാതെ പോകുമായിരുന്ന പലരുടെയും പുതിയ രീതിയിലുള്ള സാന്നിധ്യം ഇവിടെയുണ്ടല്ലോ എന്നത് അന്യഥാ അലഭ്യമായ നേട്ടവും. ഇടശ്ശേരി സ്മാരക സമിതിയുടെ പേരിൽ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വിനയപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇടശ്ശേരി അന്തരിച്ച് ഒരു വർഷം തികയുന്ന സന്ദർഭത്തിൽ, അതായത് 1975 ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കട്ടെ. കാലം നൂറ്റാണ്ടുകളിലൂടെ കാത്തിരിക്കുന്നു ഇടശ്ശേരിയുടെ ഋഷിതുല്യമായ ദർശനത്തിൻ്റെ പൊരുളറിയാൻ. അന്ന് കാലം കാത്തിരിക്കുന്നു എന്നെഴുതിയപ്പോൾ സമകാലം ഈ മഹാകവി പ്രതിഭയെ യഥായോഗ്യം തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ എന്ന വ്യഥ ഉള്ളം കടഞ്ഞിരുന്നു. ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ കൃതികൾ പ്രസിദ്ധം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നും ആയിടെ ഞാൻ എഴുതിയ മറ്റൊരു ലേഖനത്തിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. പ്രൊഫസർ ഗോപാലകൃഷ്ണൻ്റെ വർഷങ്ങൾ നീണ്ട അധ്വാനത്തിൻ്റെ ഫലമായാണ് ആദ്യമായി ഇടശ്ശേരി കവിതകളുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം പുറത്തു വരുന്നത് 1988. അതിൽ NV കൃഷ്ണവാര്യരുടെ പ്രസ്താവന ഇങ്ങനെ തുടങ്ങുന്നു: ജീവിച്ചിരിക്കുന്ന കാലത്ത് ധാരാളം പ്രസിദ്ധീകരണവും ധാരാളത്തിലേറെ പ്രശംസയും നേടിയിരുന്ന ചില കവികൾ മരിച്ച് ഏതാനും വർഷങ്ങൾക്കകം കാവ്യ ചർച്ചകളിൽ നിന്ന് മാത്രമല്ല സഹൃദയ ചേതനകളിൽ നിന്നുകൂടി നിശബ്ദമായി നിഷ്കാസിതരാവുന്നത് നാം കണ്ടിട്ടുള്ളതാണ്. വേണ്ടത്ര പ്രസിദ്ധീകരണം ലഭിക്കാതെയും തീരെ ശ്രദ്ധയാകർഷിക്കാതെയും ജീവിതം കഴിച്ചുകൂട്ടിയ വേറെ ചില കവികൾ മരണത്തിനു ശേഷം അധികാധികം സഹൃദയ ശ്രദ്ധയാകർഷിച്ച് പ്രശസ്തിയുടെ പാരമ്യത്തിലേക്ക് ക്രമത്തിൽ ഉയരുക എന്നതും സംഭവിക്കാത്തതല്ല. സാമാന്യമായ പ്രസിദ്ധീകരണവും വിവേചനശീലരുടെ അഭിനന്ദനവും ജീവിതകാലത്ത് കൈവന്നിരുന്ന മറ്റു ചില കവികളാവട്ടെ മരണത്തിനു പിൻപ് കൂടുതൽ വിസ്തൃതമായി വരുന്ന ഒരു അനുവാചക മണ്ഡലത്തെ ആകർഷിക്കുകയും സമകാലിക സഹൃദയർ തങ്ങൾക്ക് നൽകിയിരുന്നതിനേക്കാൾ എത്രയോ അധികം ആദരം തുടരുന്ന തലമുറകളിൽ നിന്ന് ആർജിക്കുകയും ചെയ്യുന്നതും നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതത്രേ. ഇങ്ങനെ 3 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഈ മൂന്നാമത്തെ കൂട്ടത്തിൽ
എടശ്ശേരിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു NV. സമകാല സഹൃദയ ആദരം എടശ്ശേരി എന്ന മഹാകവി പ്രതിഭയ്ക്ക് യഥായോഗ്യം ലഭിച്ചിട്ടില്ല എന്നു തന്നെയാണല്ലോ NVയുടെ നിരീക്ഷണം. തുടർന്നു വരുന്ന തലമുറയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആദരം ലഭിക്കും എന്നും NV രേഖപ്പെടുത്തിയിരിക്കുന്നു. NVയുടെ പ്രസ്താവത്തെ പൂർണ്ണമായും സാധൂകരിക്കുന്നു ഇപ്പോൾ പ്രകാശിതമാവുന്ന പുതിയ പരിഷ്കരിച്ച പതിപ്പ് എന്ന് അടിവരയിടട്ടെ. എന്താണ് ഇടശ്ശേരി കവിതയുടെ ദർശനദീപ്തി എന്ന് ഞാൻ ആവർത്തിച്ചാലോചിച്ചിട്ടുണ്ട്. ഓരോ തവണയും ഞാൻ എത്തി നിൽക്കാറ് ഒരു മുക്കതകത്തിൻ്റെ മുമ്പിലാണ്. ചോരക്കൈവാളിനൂണാമരിയൊരജകിശോരത്തമീളാൻ കുനിച്ചുള്ളോര കണ്ഠത്തിൽ നിന്ന് ഊറിന മൃദു കരുണാവായ്പിൽ ആഴുമ്പോളെല്ലാം രക്ഷയ്ക്കാത്മകർമ്മം ശരണം ഇതരമില്ല ഇല്ല മാപ്പ് എന്ന ഗീരിൻ ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക ഹൃദയമേ പിന്നെയും പിന്നെയും നീ. മഹാകവിയുടെ കാവ്യമണ്ഡലത്തിലേക്കാകെ വെളിച്ചം പരത്തി നിൽക്കുന്ന ഒരൊറ്റ ശ്ലോകം. ഇടശ്ശേരി കവിതകളുടെ ഹൃദയം തുറക്കാനുള്ള സ്വർണത്താക്കോലാണ് ഈ മുക്കതകം എന്നും മുൻപ് സൂചിപ്പിച്ച ലേഖനത്തിൽ ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. മഹാകവിയുടെ ജീവിത ദർശനത്തിൻ്റെ ചൈതന്യം ഒരുമിച്ചുരുക്കിയെടുത്ത മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു തുടുത്ത തുള്ളി ഈ ഒറ്റ ശ്ലോകത്തിൽ ഉപസ്തരിച്ചു കിടപ്പുണ്ട്. രക്ഷയ്ക്കാത്മകർമ്മം ശരണം എന്ന 9 നക്ഷത്രങ്ങളിലേക്ക് അത് ഇനിയും ചുഴിഞ്ഞൊതുക്കുകയും ചെയ്യാം. ആത്മകർമ്മം എന്ത് എന്ന് വിവേചിക്കുക, തെളിഞ്ഞു കിട്ടിയാൽ അതെന്തു തന്നെയായാലും ശരി, കർമ്മഫലത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതെ സമ്യക്കായും സഫലമായും ചെയ്തുകൊള്ളുക. തുടർന്നു വരുന്നത് ഇരുട്ടോ വെളിച്ചമോ എന്തു തന്നെയായാലും നിറപൗരുഷത്തോടെ ധീരശാന്തതയോടെ ഏറ്റുവാങ്ങുക. ഇതാണ് ഇടശ്ശേരിയൻ ദർശനത്തിൻ്റെ അകമ്പൊരുൾ. ആട്ടിൻകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ബലിപീഠത്തിനു മുൻപിൽ സ്വന്തം കഴുത്തു നീട്ടിക്കാണിക്കുന്ന കരുണാമൂർത്തിയായ ബുദ്ധനോട് പോലും മഹാകവി പറയും, ഹേ ലോകകാരുണ്യമൂർത്തിൻ, താങ്കൾക്കതിന് അധികാരമില്ല എന്ന്. അന്യൻ്റെ ആത്മകർമാനുഷ്ഠാനത്തിൽ ഇടങ്കോലിടാൻ താങ്കൾക്ക് അധികാരമില്ല എന്നു തന്നെ. ഇത് ക്രൂരതയാവാം. എന്നാൽ കാരുണ്യത്തോടൊപ്പം തന്നെ ഈ ക്രൂരതയും തൻ്റെ ഉപാസനമൂർത്തിയാണ് ഇടശ്ശേരിക്ക്. ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക എന്നാണ് നാം നേരത്തെ കണ്ടത്. കാരുണ്യവും ക്രൂരതയും ഉടപ്പിറകൾ അഥവാ ഇരട്ടപ്പിറകൾ ആണ്. ഈ ക്രൂരത തൻ്റെ സാംസ്കാരിക പൈതൃകമാണ് എന്ന് അവകാശപ്പെടാനും ഇടശ്ശേരിക്ക് ചഞ്ചലം ഏതുമില്ല തന്നെ. വിജയിക്കമേൽക്കുമേൽ ക്രൗര്യമേ സംസ്കാര വിഭവത്തിൽ എന്നുടെ പൈതൃകം നീ. വിജയിക്കമേൽക്കുമേൽ ക്രൗര്യമേ
സംസ്കാര വിഭവത്തിൽ എന്നുടെ പൈതൃകം നീ എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുള്ളൻചീര എന്ന കവിതയിൽ. മാപ്പില്ല എന്ന മുക്കതകം ഒരൽപ്പം ഇഴവിടർത്തിയാൽ മുള്ളൻചീരയാവും എന്നും ശ്രദ്ധിക്കുക. ഈ ആത്മകർമ്മ ദർശനം ഇടശ്ശേരി മഹാഭാരതത്തിൽ നിന്ന് ആറ്റിക്കുറുക്കിയെടുത്തതാണ്. ലോകാചാരം എന്ത് എന്ന് അഥവാ ലോകധർമ്മം എന്ത് എന്ന് വിരഞ്ഞന്വേഷിക്കുക, ആത്മകർമ്മം തിരിഞ്ഞ് അനുഷ്ഠിക്കുക, കാലം അത് ലോകധർമ്മം ആക്കിക്കൊള്ളും എന്ന് ആണ് മഹാഭാരതത്തിൻ്റെ അടിക്കല്ല്. വാൽമീകി രാമായണം ഇതിൻ്റെ മറുവശവും. ഓരോ കർമ്മത്തിൻ്റെ മുമ്പിലും ലോകധർമ്മം എന്ത് എന്ന് അന്വേഷിച്ച് അതിൻപടി അനുഷ്ഠിച്ച് ഒരു ജീവിതം മുഴുവൻ തന്നെ ദുരന്തപൂർണമാക്കിയ കഥാപാത്രമാണല്ലോ രാമൻ. ഗംഗാപുത്രൻ ഇതിൻ്റെ മറുവശവും. രാമായണവും മഹാഭാരതം പോലെ തന്നെ അരിച്ചൂറ്റി കുടിച്ചിട്ടുണ്ട് ഇടശ്ശേരി എന്നും എടുത്തു പറയണം. മഹാഭാരതത്തിലെ മുഖ്യ കഥാപാത്രങ്ങളിൽ നിന്നു മാത്രമല്ല, പ്രമുഖങ്ങളായ ചില ഉപകഥകളിൽ നിന്നു പോലും ആത്മകർമ്മ അനുഷ്ഠാനത്തിൻ്റെ ശ്രേഷ്ഠതയും ശക്തിയും സൗന്ദര്യവും ഇതൾ വിടർത്തി എടുക്കാൻ കഴിയും. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറയുന്ന ധർമ്മവ്യാധൻ്റെ കഥ തന്നെ ഏറ്റവും പ്രകടമായ ഉദാഹരണം. ഈ പശ്ചാത്തലം വെച്ച് പറയട്ടെ, മലയാള കവിതയിലെ ധർമ്മവ്യാധനാണ് മഹാകവി ഇടശ്ശേരി. നിത്യജീവിതത്തിൻ്റെ തേർത്തടത്തിൽ ഞാണയഞ്ഞ വില്ലു നിലത്തുവെച്ച് ദിശാന്ധനായി അകർമ്മണ്യനായി നിൽക്കുന്ന മനുഷ്യനെ അടിച്ചുണർത്തി കർമ്മോത്സുകനാക്കി വെല്ലെടുപ്പിക്കുന്ന കർമ്മവീരമാണ് ഇടശ്ശേരി കവിതയുടെ പ്രാണപടം. ഇടശ്ശേരി കവിത കാലത്തിൻ്റെ ഗീതയാകുന്നു. നന്ദി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടശ്ശേരി കവിതകളുടെ ഈ സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിക്കുമ്പോൾ സ്മാരകസമിതിക്ക് 2-3 പേരെ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം പ്രൊഫസർ കെ ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ മാഷാണ് അങ്ങിങ്ങായി ചിതറിക്കിടന്ന ഇടശ്ശേരിയുടെ ഒരുപാട് കവിതകൾ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സമാഹരിച്ച് വള്ളത്തോളിൻ്റെ പേരിലുള്ള വള്ളത്തോൾ പ്രസിദ്ധീകരണശാലയ്ക്ക് വേണ്ടി ഈ ഒരു പുസ്തകം സമ്പാദനം ചെയ്തത് എന്ന് ഞങ്ങളിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഇടശ്ശേരി തൻ്റെ പല കവിതകളും വളരെ അപ്രശസ്തങ്ങളായ, കേവലം ഒരു സന്ദർഭത്തിൽ മാത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട ചില അനുസ്മരണ സോവനീറുകൾ, അതിലൊക്കെയാണ് ഇടശ്ശേരി തൻ്റെ വളരെ പ്രധാനപ്പെട്ട പല കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വളരെ സാധാരണമായിട്ടുള്ള മാസികകളിൽ, ഒരുപക്ഷെ സാധാരണക്കാരുടെ ശ്രദ്ധ ചെല്ലാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള മാസികകളിൽ
ആത്മവിദ്യാകാഹളം പോലെയുള്ള ചില പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എടശ്ശേരി തൻ്റെ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് വള്ളത്തോൾ വിദ്യാപീഠത്തിനു വേണ്ടി ആദ്യം ഇങ്ങനെ ഒരു സമാഹാരം പുറത്തിറക്കിയത് കെ ഗോപാലകൃഷ്ണനാണ്. വാസ്തവത്തിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന 4 വോള്യങ്ങളുള്ള ഈ പുസ്തകം പോലും അന്നത്തെ ഗോപാലകൃഷ്ണൻ മാഷുടെ സമ്പാദനത്തോടു കൂടി പുറത്തിറങ്ങിയിട്ടുള്ള വള്ളത്തോൾ വിദ്യാപീഠത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള പുസ്തകമാണ്. വള്ളത്തോൾ വിദ്യാപീഠത്തിന് ശേഷം പിന്നീട് എടശ്ശേരിയുടെ പുത്രനും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരനുമായിരുന്ന ഇ ഹരികുമാർ, ഞങ്ങളെല്ലാം വളരെ സ്നേഹത്തോടെ ഹരിയേട്ടൻ എന്ന് വിളിക്കുന്ന ഇ ഹരികുമാർ, ആ സമാഹാരത്തെ ഒന്നുകൂടി സംശോധനം ചെയ്ത് പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട് ഇപ്പോൾ ഇങ്ങനെ ഒരു 4 വോള്യങ്ങളുള്ള ഒരു സമാഹാരം പുറത്തിറങ്ങുന്നതിന് നിമിത്തമായത് എടശ്ശേരി സ്മാരക സമിതിക്ക് ഈയിടെ കേരള സർക്കാർ നൽകിയ ഒരു ധനസഹായമാണ്. എടശ്ശേരി സ്മാരക സമിതി അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാരിനെ സമീപിക്കുകയും കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് ഒരു അനാവർത്തന ഗ്രാൻഡ്, നോൺ റെക്കറിങ് ഗ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് 50 ലക്ഷം രൂപ എടശ്ശേരി സ്മാരക സമിതിക്ക് അനുവദിക്കുകയും ചെയ്തു. എടശ്ശേരി സ്മാരക സമിതി കേരളത്തിലെ നിലവിലുള്ള സർക്കാരിനോട്, അതിൻ്റെ സാംസ്കാരിക വകുപ്പിനോട് ഈ ഒരു കാര്യത്തിൽ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 50 ലക്ഷം രൂപ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഇടശ്ശേരി സാംസ്കാരിക സമിതി, അതിൻ്റെ ഇടശ്ശേരി സ്മാരക സമിതി ആലോചിച്ച സന്ദർഭത്തിൽ പലതരത്തിലുള്ള ചെലവുകൾ ഞങ്ങൾ മുന്നിൽ കാണുകയുണ്ടായി. ഇടപ്പാളിലുള്ള പൊന്നാനിയിലുള്ള ഇടശ്ശേരി സ്മാരക മന്ദിരം പുതുക്കിപ്പണിയണം. ഇടശ്ശേരി കവിതകൾക്ക് വ്യാഖ്യാനത്തോടു കൂടിയ ഒരു സമ്പൂർണ്ണ സമാഹാരം കൂടി പുറത്തിറങ്ങണം. ഇടശ്ശേരി കവിതയ്ക്ക് ഇടശ്ശേരിയോട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേയധികം സെമിനാറുകൾ സംഘടിപ്പിക്കണം. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്മാരക സമിതി ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇടശ്ശേരി കവിതകൾക്ക് ഒരു സമ്പൂർണ്ണ വ്യാഖ്യാനത്തോടുകൂടി അല്ലെങ്കിൽ ഒരു പഠനത്തോടു കൂടിയ ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കുക, സമ്പൂർണ്ണ സമാഹാരം പ്രസിദ്ധീകരിക്കുക എന്നുള്ള കാര്യം. പല കാരണങ്ങളെ കൊണ്ട് എടശ്ശേരി കവിത കേരളത്തിലെ സാധാരണ വായനക്കാർക്ക് അനഭിഗമ്യമായി തീരുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇത്തരമൊരു തീരുമാനത്തിൻ്റെ പുറകിലുണ്ടായത്. എടശ്ശേരി കവിതയിലെ പദാവലികൾ പലപ്പോഴും വളരെ പ്രൊവിൻഷ്യലാണ്, വളരെ പ്രാദേശികമാണ്, വളരെ സംഭാഷണാത്മകമാണ്, വളരെ ആർക്കൈക്കായിട്ടുള്ള ഒരുപാട് പദങ്ങൾ എടശ്ശേരി ഉപയോഗിക്കുന്നു. ഇങ്ങനെ എടശ്ശേരി കവിതയെ സാധാരണഗതിയിൽ ഒരു സാധാരണ വായനക്കാരന് അനഭിഗമ്യമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് എന്ന് പലരും പറയാറുണ്ട്. എടശ്ശേരി ഒരു നിയോ ക്ലാസിക് കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമസ്ത പദങ്ങളോടുള്ള വല്ലാത്ത ആഭിമുഖ്യം കാരണം, ആ ഒരൊറ്റ കാരണം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒരു നിയോ ക്ലാസിക് കവി എന്നൊക്കെ വിളിക്കാൻ പലരും ധൈര്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇടശ്ശേരി കവിതകൾ, ആ കവിതകൾ സ്വീകരിച്ചിട്ടുള്ള കാവ്യഭാഷ, ആ കാവ്യഭാഷയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ഇടശ്ശേരിയുടെ കാവ്യലോകം, അതിലേക്ക് കടന്നു ചെല്ലാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു ധാരണ കൊണ്ടാണ് വാസ്തവത്തിൽ സമ്പൂർണ്ണ പഠനത്തോടുകൂടി ഒരു സമാഹാരം വരണം എന്ന് ഇടശ്ശേരി സ്മാരക സമിതി ആഗ്രഹിച്ചത്. അങ്ങനെ വരുമ്പോൾ ആ ചുമതല ആരെ ഏൽപ്പിക്കണം എന്നുള്ളൊരു വലിയ ചോദ്യവും സ്മാരക സമിതിയുടെ മുമ്പിൽ ഉയർന്നു വരികയുണ്ടായി. ഒരു സംശയവും കൂടാതെ സ്മാരക സമിതി ആലോചിച്ചത് ഇപ്പോൾ മലയാളത്തിൽ ഒരു കവിതയുടെ ആത്മാവ് കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നിരൂപകനെ തന്നെ അക്കാര്യം ഏൽപ്പിക്കണം എന്നാണ്. അത് ശ്രീ കെ പി ശങ്കരനായിരുന്നു. ശങ്കര മാഷോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഒരു എടശ്ശേരിയോടുള്ള തൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റുന്ന അതേ ചുമതലാബോധത്തോടുകൂടി ശങ്കര മാഷ് വളരെ ഒരു തപസ്യ പോലെ ഇതിനെ ഒരു 4-5 മാസങ്ങൾ അദ്ദേഹത്തിൻ്റെ രോഗപീഠകൾക്ക് നടുവിലും അദ്ദേഹം ഇത് താൻ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ദൗത്യമാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ പ്രവൃത്തികൾ നിർവഹിക്കുകയും ഓരോ കവിതയ്ക്കും
ഓരോ കവിതയുടെയും ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള പഠനങ്ങൾ ഓരോ കവിതയ്ക്കും എഴുതിത്തരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ കവിതയോടൊപ്പം തന്നെ വലിപ്പമുള്ള ഒരു പഠനവും ഇതിനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഈ 4 വോള്യങ്ങളായിട്ട് വലുതായത്. അക്കാര്യത്തിൽ ഇടശ്ശേരി സ്മാരക സമിതിക്ക് പ്രമുഖ നിരൂപകനായ ശ്രീ കെ പി ശങ്കരനോട് വളരെയധികം കടപ്പാടുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെയൊരു വലിയ ഗ്രന്ഥം പ്രകാശനത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അതാര് പ്രകാശിപ്പിക്കും, ആരത് പ്രസിദ്ധീകരിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം. കോഴിക്കോട് പൂർണ്ണ പബ്ലിഷേഴ്സ് സന്തോഷത്തോടുകൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പൂർണ്ണ പബ്ലിഷേഴ്സിനോടും അതിൻ്റെ അമരക്കാരനായിട്ടുള്ള ബാലേട്ടനോടും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷം, വളരെയധികം കൃതജ്ഞതയുണ്ട്. അദ്ദേഹത്തോട് ഞങ്ങളുടെ നിസ്സീമമായ സ്നേഹം, ഞങ്ങളുടെ നന്ദി ഞങ്ങളിവിടെ പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സമ്പൂർണ്ണ സമാഹാരത്തോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് നാളിതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള ഇടശ്ശേരിയെക്കുറിച്ചും ഇടശ്ശേരി കവിതകളെക്കുറിച്ചും ഉള്ള പഠനങ്ങളെല്ലാം പരതി കണ്ടെത്തി ഇടശ്ശേരി കവിതയുടെ ഒരു ബിബ്ലിയോഗ്രാഫി പ്രസിദ്ധീകരിക്കുക എന്നതാണ്. ഇടശ്ശേരിയെ സംബന്ധിച്ച് എഴുതപ്പെട്ട എല്ലാ ആനുകാലികങ്ങളിൽ അതത് സമയങ്ങളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളെല്ലാം തേടിപ്പിടിച്ച് ഒരു നല്ല ബിബ്ലിയോഗ്രാഫി, ഇടശ്ശേരി കവിതയ്ക്ക് ഒരു നല്ല ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചത് എസ് കെ വസന്തമാഷും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുമാണ്. എസ് കെ വസന്തമാഷോടും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമിയുടെ അയ്യന്തോളിലുള്ള അപ്പൻ തമ്പുരാൻ സ്മാരകത്തിലെ മനീഷ തുടങ്ങിയിട്ടുള്ള അവിടുത്തെ ജീവനക്കാരോടും ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെയധികം നന്ദിയും കടപ്പാടും ഉണ്ട്. ഈ സമ്പൂർണ്ണ സമാഹാരത്തോടൊപ്പം ഒരു ഇടശ്ശേരി കവിതകളുടെ ഒരു ബിബ്ലിയോഗ്രാഫിയും പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെയൊരു പുസ്തകം, 4 വോള്യങ്ങളുള്ള ഈ പുസ്തകം മലയാള കവിതയുടെ പഠന ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. വൈലോപ്പിള്ളി, കുഞ്ഞിരാമൻ നായർ, അതേപോലെ ബാലാമണിയമ്മ, എൻ വി കൃഷ്ണവാര്യർ, ഇങ്ങനെ ഇടശ്ശേരി ഗോവിന്ദൻ നായർക്ക് സമകാലികരായിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ, കവികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ മലയാള കവിതയെ എങ്ങനെ പരിവർത്തിപ്പിച്ചു, എങ്ങനെ മാറ്റിത്തീർത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്കൂട്ടത്തിൽ ഇടശ്ശേരി കവിതകൾക്ക് ഒരു ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കുന്നതോടൊപ്പം വൈലോപ്പിള്ളിയുടെയും എൻ വി കൃഷ്ണവാര്യരുടെയും ബിബ്ലിയോഗ്രാഫികൾ കൂടി തയ്യാറാക്കാൻ ഒരു സൗകര്യം കൂടി ഈ സന്ദർഭത്തിൽ കിട്ടി എന്നും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും ഈ സമ്പൂർണ്ണ സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങ്, ഈ പ്രകാശന വേള ഇടശ്ശേരിയോടുള്ള മലയാളത്തിലെ വായനക്കാരുടെ അത്യുദാരമായ സ്നേഹമനോഭാവങ്ങളുടെ ഒരു പ്രകാശനമാണ്. എന്നായിരുന്നു ഇടശ്ശേരി കവിതകൾക്ക് കുറിപ്പ് രചിക്കുക എന്ന യജ്ഞത്തിൻ്റെ തുടക്കം? എനിക്ക് ശരിക്കും ഓർമ്മ പോരാ എന്നതത്രയും നേരെ. 2ൽ പരം കൊല്ലമെടുത്തു പൂർത്തിയാക്കാൻ എന്ന് തോന്നുന്നു. ഇടയ്ക്ക് ബാംഗ്ലൂരിൽ മകളുടെ വീട്ടിൽ പ്രവാസം നടക്കെ കുറച്ച് നാളെങ്കിലും ഈ എഴുത്തിൽ ഏർപ്പെട്ടിരുന്നു തീർച്ച. അത് ഓർക്കാൻ ഒരു നിമിത്തം നേരിട്ടതത്രേ നിർണായകം. സമ്പൂർണ്ണ സമാഹാരത്തിലെ ഇനങ്ങൾ അതേ ക്രമത്തിൽ പിന്തുടർന്നുകൊണ്ടായിരുന്നില്ല എഴുത്ത്. ചിലപ്പോൾ ചില കവിതകളോട് അവയിലെ വല്ല വരിയും മൂളി പെട്ടെന്ന് ഒരു പ്രീതി ഉണരും. എന്നാൽ ശരി, അതിലേക്ക് തിരിയുക തന്നെ എന്ന് മുതിരും. അങ്ങനെ അത്രേ ഒരു ഗന്ധർവൻ പാടുന്നു എന്ന കവിത എന്നെ അഭിഭൂതനാക്കിയത്. പക്ഷേ അത്ര ലളിതമല്ലല്ലോ അതിൻ്റെ ഘടന. ഇടപെടുത്ത് നോക്കാൻ കിണയുമ്പോൾ എവിടെയോ ചില പിണച്ചിൽ. ഉദാഹരണത്തിന്, ചേതസ്സിൽ സ്വരമാധുര്യത്തിന വാരുന്നേരം പിടയുന്നു ക്ഷുദ്രമാട്ടെ കൗതുകമേകം ജീവിതഖണ്ഡ പ്രതിഭാസം. ഇവിടെ ഞാൻ നിസ്സഹായനായി.
പൂവാരുക, മലരുവാരുക മുതലായ പ്രയോഗങ്ങൾ ഉണർത്തുന്ന അർത്ഥം ഈ പ്രകരണത്തിൽ നിരക്കുന്നില്ലല്ലോ. സുഹൃതമെന്ന് പറയട്ടെ, എനിക്കപ്പോൾ ലീലാവതി ടീച്ചറെ ഓർമ്മ വന്നു. കവിത വ്യാഖ്യാനിക്കാൻ അത്രയും വൈഭവമുള്ള മറ്റൊരു പ്രതിഭ നമ്മുടെ നാട്ടിൽ വേറെ പിറന്നിട്ടില്ലല്ലോ. ടീച്ചർ ഈ കവിതയ്ക്ക് എഴുതിയ വിശകലനം കണ്ടിട്ടേ തുടരാവൂ എന്ന വിവേകത്തോടെ ഞാൻ തൽക്കാലം യത്നം നിർത്തി. പിന്നെ നാട്ടിലെത്തി ടീച്ചറുടെ കവിതാധ്വനി എന്ന പുസ്തകത്തിലെ നിർദ്ദിഷ്ട പ്രബന്ധം വായിച്ചിട്ടേ തുടർന്നുള്ളൂ എന്നതത്രേ വസ്തുത. കേറിയ വെള്ളം ഇറങ്ങുക എന്ന വിവക്ഷയിൽ വാരുക എന്ന പ്രയോഗമുണ്ടല്ലോ. അതാണ് ഈ പ്രകരണത്തിൽ നിരക്കുക എന്ന പൊരുള് എനിക്ക് ഉദിച്ചത് ആ പ്രബന്ധത്തിൽ നിന്നത്രേ. ആ ഉദയം ഞാൻ എൻ്റെ വിവരണത്തിൽ ഏറ്റുപറഞ്ഞിട്ടുമുണ്ട്. ഇത് ഒറ്റപ്പെട്ട അനുഭവം എന്ന നിലയിൽ അയവിറക്കിയെന്നേ ഉള്ളൂ. ഇടശ്ശേരി കവിതകൾക്ക് കുറിപ്പോ വിവരണമോ ഒരുക്കിയതിൻ്റെ വിശദാംശങ്ങൾ പലതും ഇതുപോലെ ഓർത്തെടുക്കുക വയ്യ എന്നതത്രേ വസ്തുത. എങ്ങനെ ഈ നിയോഗത്തിന് ഞാൻ ആളായി എന്ന് മാത്രം സ്പർശിക്കാം. ഇടശ്ശേരിയുടെ ഷഷ്ടിപൂർത്തിയുടെ സന്ദർഭത്തിൽ ഏതാനും കവിതകളുടെ ഒരു സമാഹാരം ഇറങ്ങുകയുണ്ടായല്ലോ. അത് സംബന്ധിച്ച കൂടിയാലോചന കോഴിക്കോട്ട് നടക്കുന്നതിൽ സംഗതിവശാൽ ഞാനും സംബന്ധിക്കാനിടയായി. അന്ന് ഉദിച്ചതാണ് ഉൾക്കൊള്ളിക്കുന്ന കവിതകളുടെ അവതാരണത്തിന് ഉപകരിച്ചേക്കാവുന്ന കുറിപ്പുകൾ കൊടുക്കുക എന്ന ആശയം. അതിന് എന്നെ ഒഴികേണ്ടത് PC എന്ന ഉറൂബിൻ്റെ വാത്സല്യം കൊണ്ട് എന്നെ കരുതാവും. ഞാൻ വഴങ്ങി. തുടർന്ന് ഏർപ്പെട്ട് നോക്കുമ്പോഴല്ലേ ത്വരടി അറിയുന്നത്. അക്കിത്വം ഷഷ്ടിപൂർത്തിയുടെ ആലോചനായോഗത്തിൽ സംബന്ധിച്ചിരുന്നു. അതിനകം പരിചിതൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. അത് ഒരപരാഹ്നത്തിൽ. അന്ന് നന്നെ ഒന്ന് പതറിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, നമുക്ക് നേരെ ഇടശ്ശേരിയെ തന്നെ സമീപിക്കാമല്ലോ. ആ വാക്ക് ഒരു വരദാനമായി. അന്ത്യവിടെ നിങ്ങൾ ഇടശ്ശേരിയുടെ വീട്ടിലെത്തി. സ്മരണീയമായി ആ രാത്രി എന്ന് സംക്ഷേപിക്കട്ടെ. ശൂലപാണി വാര്യരുടെ അടക്കം സാന്നിധ്യം എനിക്ക് വലിയ അനുഗ്രഹമായി. പിന്നെ എനിക്ക് നേരിട്ട് തന്നെ ഇടശ്ശേരിയെ സമീപിക്കാം എന്നായി. പലവട്ടം സമീപിക്കുകയും ചെയ്തു. അങ്ങനെ ഉരുത്തിരിഞ്ഞ വയത്രേ ഷഷ്ടിപൂർത്തി സമാഹാരത്തിലെ ഒതുക്കമുള്ള കുറിപ്പുകൾ. പലതും വിരിഞ്ഞത് കവി പകർന്ന വെളിച്ചം നുകർന്നുകൊണ്ട് തന്നെ. വഴിയാണല്ലോ സമ്പൂർണ്ണ സമാഹാരത്തിൻ്റെ ആവിർഭാവം. അതിൻ്റെ സമ്പാദനത്തിനും സമാഹരണത്തിനും സ്വയം അർപ്പിച്ച ആളാണല്ലോ ഗോപാലകൃഷ്ണൻ മാഷ്, പ്രൊഫസർ K. ഗോപാലകൃഷ്ണൻ. ഞങ്ങൾ വളരെ നേരത്തെ പരിചിതം. ഈ സമാഹാരത്തിൻ്റെ 2ാം പതിപ്പ് സജ്ജമാക്കുമ്പോൾ കൂടുതൽ വിസ്തരിച്ച കുറിപ്പുകളും വിവരണങ്ങളും ഉൾക്കൊള്ളിക്കണം എന്നായിരുന്നു മാഷയുടെ ഉദാരമായ സ്വപ്നം. ഞാൻ അന്നേക്ക് മൈസൂർ ജോലി കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും മാഷോട് സഹകരിക്കാൻ സന്നദ്ധ. മാഷയുടെ വീട്ടിലെ ഔദാര്യവും ആതിഥ്യവും എന്ന സ്വകാര്യ പ്രലോഭനം അപ്രതിരോധ്യം. വേറെ സുഹൃത്തുക്കളെ കൂടി ഈ വിപുല യത്നത്തിൽ സഹകരിപ്പിക്കുക എന്നായിരുന്നു മാഷയുടെ മഹിത സ്വപ്നം. അവർക്ക് സന്തോഷം. പക്ഷെ തിരക്കുകൾക്കിടയ്ക്ക് സാധിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഒടുക്കം 2012 ഗോപാലകൃഷ്ണൻ മാഷും സ്വന്തം സ്വപ്നം പുഷ്പിക്കുന്നതിന് മുമ്പ് നമ്മോട് വിടവാങ്ങി എന്നതാണല്ലോ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഒക്കെ ആയാലും ഇടശ്ശേരിയുടെ മക്കൾക്ക് ഉത്സാഹം. അച്ഛൻ്റെ പേരിൽ ട്രസ്റ്റ് സ്വരൂപിക്കുക, പുരസ്കാരം ഏർപ്പെടുത്തുക, ആണ്ടോടാണ്ട് സ്മരണീയമായ പരിപാടി സംഘടിപ്പിക്കുക, പല സന്നാഹങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടല്ലോ അവരുടെ ഉത്സാഹം. കൂട്ടത്തിൽ വേറൊന്നായി വിചാരിക്കാം, ആ കവിതയുടെ അവതാരണത്തിനും അധ്യയനത്തിനും ആസ്വാദനത്തിനും സഹായമായി ചില ഉപാദാനങ്ങൾ ഒരുക്കുക എന്നത്. അങ്ങനെ ഒരുക്കിയ ഒന്നാണ് അവർ ഈ കുറിപ്പുകളും വിവരണങ്ങളും ചമയ്ക്കാൻ എന്നെ ഏൽപ്പിച്ചതും. ഇത് വെറും ഏൽപ്പനയല്ല എന്നതാകുന്ന വിശേഷം. ഇതിൻ്റെ ഓരോ അംശത്തിലും അവരുടെ ശ്രദ്ധ ഉത്തേജകമായി ഒപ്പം നിന്നിട്ടുണ്ട്. അന്നന്ന് എഴുതുക, അത് ഏറ്റുവാങ്ങാനും അച്ചടിക്ക് പാകത്തിൽ DTP മുതലായവ നിർവഹിക്കാനും അശോകൻ നിഷ്കർഷിച്ചു പോന്നു. കൂട്ടത്തിൽ ചില വിശദീകരണങ്ങളിലേക്കും ആ നിഷ്കർഷ നീളായികയില്ല. മാധവൻ എല്ലാറ്റിനുമുള്ള മൊത്തം ഊർജമായി വർത്തിച്ചു. ഡോക്ടർ ദിവാകരൻ പൊന്നാനി കടപ്പുറത്ത് പുലർന്ന് പോന്നിരുന്ന ഒരു പതിവിലേക്ക് പ്രകാശം പൊഴിഞ്ഞ് എൻ്റെ വ്യാഖ്യാനത്തിന് വഴിതെളിച്ചു. അങ്ങനെ എടുത്തു പറയേണ്ട വേറൊരു സഹായം ഇടശ്ശേരി കവിതയിൽ ഗവേഷണം നടത്തിയ ഡോക്ടർ KP മോഹനനിൽ നിന്നത്രേ. ആത്മാരാമൻ്റേതുൾപ്പെടെയുള്ള
പേരുകൾ എൻ്റെ വിവരണത്തിൽ അതാതിടത്ത് അനുസ്മരിച്ചു കാണും. കുറിപ്പുകളും വിവരണങ്ങളും ഒരുക്കിയതിൽ ഇവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്നിട്ടോ സ്വയം തൃപ്തി സിദ്ധിച്ചോ എന്നതിന് എനിക്ക് ഉത്തരമില്ല. നീണ്ടകാലം അധ്യാപനത്തിൽ ചെലവിട്ടു എന്നതുകൊണ്ടാവാം ചൂരലിൻ്റെ മുമ്പിൽ എന്ന ഇടശ്ശേരിയുടെ ആഖ്യാനം എന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് അധ്യാപകർക്ക് ക്ലാസ് എടുക്കുക എന്ന നിയോഗം നിറവേറ്റാൻ കേരളത്തിലെത്തുമ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്തി പോന്നു. അന്നൊന്നും ഉദ്ധരിക്കാത്ത അതിലെ ഒരു ഈരടി ഇപ്പോൾ ഓർമ്മ വരുന്നു. ക്ലാസ്സിലെ ഒരു കടുവീർതിയുടെ നേർക്ക് തൻ്റെ കനിവ് വറ്റുക തന്നെ ചെയ്തു എന്ന് അധ്യാപകൻ ആകുലപ്പെടുന്നതാണ് സന്ദർഭം. ഈരടി ഇങ്ങനെ: എന്നിലെ യശോദമാർ മരിച്ചു പിന്നെ പിന്നെ, എങ്കിലും സാന്ദീപനി ആയുഷ്മാനായേവാണു. എന്ന് വെച്ചാലോ, ശിഷ്യനെ താലോലിക്കുന്നതിന് പകരം തിരുത്താനും നേർവഴിക്ക് നടത്താനും താൻ വ്യഗ്രനായി. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് കെനിയുന്ന പൊരുൾ വേറൊന്നാണ്. കവിതയെ കഴിവതും ആസ്വദിക്കുക എന്നതാണ് സ്വതേ എൻ്റെ പ്രകൃതം, എനിക്ക് പ്രിയവും. ഈ ഇടശ്ശേരി കുറിപ്പുകളിലും വിവരണങ്ങളിലും ഞാൻ ഏറെയും വ്യഗ്രനായത് താലോലത്തിനല്ലല്ലോ, ആശയവിശകലനത്തിനും അവബോധ വികസനത്തിനും അല്ലേ. അത് ഫലിച്ചുവോ എന്നല്ല, അതിനാണ് ശ്രമിച്ചത് എന്നാകുന്നു വിവക്ഷ. അഥവാ അതിൽ അനുദപിക്കേണ്ടതില്ല. ഇടശ്ശേരി കവിതയിൽ യശോദയെ അപേക്ഷിച്ച് സാന്ദീപനിക്ക് തന്നെയാണ് ഏറെ സ്ഥാനം എന്നതല്ലേ നേരെ. അവസാനമായി അല്പം ലാഘവത്തോടെ ഒരു സംഗതി കൂടി. കവിതകളും വിവരണങ്ങളും 4 വാല്യങ്ങളിലായി അടിച്ചു വന്നപ്പോൾ തലങ്കം വിലങ്ങും എന്നെ പ്രൊഫസർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭാസനാടകത്തിലാണ് വാസവദത്തെ തൽക്കാലം ആശ്രമത്തിൽ ഒളിവിൽ പാർപ്പിക്കാൻ യൗഗന്ധരായണൻ എന്ന മന്ത്രി ബ്രാഹ്മണ വേഷത്തിൽ ചെല്ലുന്നു. അവിടെ അദ്ദേഹം മഹാബ്രാഹ്മണ എന്ന് സംബോധന ചെയ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥമുണ്ട്. അങ്ങനെ സംബോധന ചെയ്യപ്പെടുന്നത് അന്തസ്സ് തന്നെ. പക്ഷെ താൻ മഹാബ്രാഹ്മണനല്ലല്ലോ. ഇത് തന്നെ എൻ്റെയും നില. പ്രൊഫസർ എന്ന വിശേഷണം അഭിജാതമാവാം, എന്നാൽ ഞാൻ പ്രൊഫസർ അല്ലല്ലോ. ഇനി പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല. ആ വിശേഷണം ഉടനീളം അച്ചടിയിൽ പതിഞ്ഞു കഴിഞ്ഞു. നമസ്കാരം. ഒരിക്കൽ വൈലോപ്പിള്ളി മാഷ് പറഞ്ഞു, ഇടശ്ശേരി കവിത കുഴിച്ചിട്ട ചേനയാണ്. കടുത്ത വേനൽക്കാലത്ത് ഭൂമിക്ക് മുകളിലുള്ള അതിൻ്റെ തണ്ടും ഇലകളുമൊക്കെ കരിഞ്ഞ് അപ്രത്യക്ഷമായേക്കാം. പക്ഷേ കാണ്ഡം ഭൂമിക്ക് അടിയിൽ കിടക്കും. മഴക്കാലത്ത് അത് വീണ്ടും പൊട്ടി മുളച്ച് തളിർത്ത് വരും. ഇടശ്ശേരിയുടെ പ്രണാമം എന്നൊരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, കാട്ടാളനാകേണ്ടിയിരുന്ന തന്നെ സംസ്കൃത ചിത്തനായ ഒരു കവിയാക്കി മാറ്റിയത് തുഞ്ചത്തെഴുത്തച്ഛനാണ്. ജീവദാതാവ് എന്നാണ് എഴുത്തച്ഛനെ ഇടശ്ശേരി വിശേഷിപ്പിക്കുന്നത്. എഴുത്തച്ഛൻ നടത്തിയ ജ്ഞാനവിപ്ലവത്തിനാണ് ആ കവിതയിൽ അദ്ദേഹം ഊന്നൽ നൽകുന്നത്. എങ്കിലും ജ്ഞാനയോഗമോ ഭക്തിയോഗമോ അല്ല, കർമ്മയോഗമാണ് ഇടശ്ശേരിയെ എന്നും പ്രചോദിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തെ സുഖമോ ദുഃഖമോ അനുഭവിക്കാനുള്ള ഒരു അവസരമായിട്ടല്ല, അറിവ് നേടാനുള്ള വിദ്യാഭ്യാസ കാലമായിട്ടുമല്ല, മറിച്ച് ധീരതയോടെ നേരിടേണ്ട ഒരു ഉത്തരവാദിത്വവും കർത്തവ്യവും കടമയും കർമ്മവും ധർമ്മവും ഒക്കെ ആയിട്ടാണ് ഇടശ്ശേരി കാണുന്നത്. സ്വാന്താകർഷകം ഇങ്ങ് നിൻ മധുരമാം സൗന്ദര്യമൊന്നേ മുതാ ഭ്രാന്താളുമ്പൊഴുതും കിടന്നലമുറക്കൊള്ളുമ്പോഴും മർത്യതേ എന്ന് ഇടശ്ശേരി പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ മർത്യതയുടെ പ്രാദേശികവും ദേശീയവും സാർവദേശീയവും പ്രാപഞ്ചികവുമൊക്കെയായ വൈയക്തികവും സാമൂഹ്യവും രാഷ്ട്രീയവും ദാർശനികവും ഒക്കെയായ എല്ലാ തലങ്ങളെയും ഇടശ്ശേരി കവിത അഭിസംബോധന ചെയ്യുന്നുണ്ട്.
നന്മയും തിന്മയും, ഹിംസയും അഹിംസയും, കാരുണ്യവും ക്രൂരതയും, ബലവും ദൗർബല്യവും, അങ്ങനെ എല്ലാത്തരം വൈരുദ്ധ്യങ്ങളെയും ഈ മർത്യതയുടെ അനിവാര്യമായ ഭാഗമായി എടശ്ശേരി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഭീരു എന്നൊരു കവിതയുണ്ട്. മാരീചനാണ് കഥാപാത്രം. അതിൽ എടശ്ശേരി എഴുതുന്നു: പരാജിതന് അശ്വിനും തീർക്കണമല്ലോ ജീവിത ദുർദാഹം, അവൻ ചതിക്കുഴി കുത്തിയിട്ടെങ്കിലും ആസ്വദിപ്പൂ തൻ മോഹം. ചതിയെ മർത്യതയുടെ പേരിൽ ന്യായീകരിക്കുന്നു. ഈ മർത്യത വെല്ലുവിളിക്കപ്പെടുന്ന ഏതവസരത്തിലും മറ്റെല്ലാ മൂല്യങ്ങളെയും മാറ്റിവെക്കാൻ എടശ്ശേരി മടിക്കാറില്ല. കഴൽവെപ്പ് താങ്ങേണ്ടും ഒരു പിടി മൺ പോലും കടമായിട്ടല്ലയോ കൈവരുന്നു എന്ന മനുഷ്യാവസ്ഥയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് പാരിടത്തിൽ, അവിടവിടങ്ങളിൽ ചേർത്തു വരയ്ക്കുതുകൊന്ന് ഇവരുടെ രാജ്യത്തിന് അതിർവരകൾ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ തൻ്റെ ദേശസ്നേഹം എടശ്ശേരിക്ക് തടസ്സമാകുന്നില്ല. വലിയ ദുരന്ത സന്ദർഭങ്ങളിൽ പോലും ഈ മർത്യതയുടെ വിജയമാണ് എടശ്ശേരി ആഘോഷിക്കുന്നത്. പെങ്ങൾ, വിവാഹ സമ്മാനം തുടങ്ങിയ കവിതകൾ തന്നെ ഉദാഹരണം. പൂതപ്പാട്ട്, കാവിലപ്പാട്ട് എന്നീ കവിതകളെപ്പോലെ നരവംശാസ്ത്രപരമായ ആഴങ്ങളുള്ള കവിതകൾ മലയാളത്തിൽ വിരളമാണ്. ഈ കവിതകളിൽ പോലും ഈ മർത്യതയുടെ വിജയമാണ് എടശ്ശേരി കവിത ആഘോഷിക്കുന്നത്. ആശാൻ പറഞ്ഞത് എന്ന ഒരു കവിതയുണ്ട്. അതിൽ ആശാൻ പറയുന്നത് ആർക്കും തെറ്റുപറ്റാം, തെറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് നിപുണത. അത് കളിയരങ്ങിലായാലും ശരി, ജീവിതത്തിലായാലും ശരി. എന്നിട്ട് ആശാൻ പറയുന്നു, എന്തു ചെയ്താലും തെറ്റാം എന്നു തോന്നുമ്പോൾ ചെയ്വതെന്തും നീ ഉറപ്പിച്ചു ചെയ്യുക എന്നേ വേണ്ടൂ. ധർമ്മ ഭീരുത മൂലം കർമ്മത്തിൽ നിന്ന് പിന്തിരിയുകയല്ല, മറിച്ച് എന്തു ചെയ്താലും തെറ്റാം എന്ന് തോന്നുമ്പോൾ ചെയ്വതെന്തും നീ ഉറപ്പിച്ചു ചെയ്യുക എന്നേ വേണ്ടൂ എന്നതാണ് ഈ മർത്യതയുടെ മർമ്മം. കടവേര് കിളയ്ക്കട്ടെ കഷായത്തിന് യോഗികൾ, നീലക്കരിമ്പേ നിൻ തണ്ടാണ് അരോഗനിവന് ഉത്തമം എന്ന് ഒരു മഹാസംസ്കാരത്തെ ഓർമ്മപ്പെടുത്താൻ എടശ്ശേരിക്ക് കഴിഞ്ഞത് വെറുതെയല്ല. ആ ആത്മവിശ്വാസത്തിന് മുന്നിൽ കാലം നമിക്കുന്നു. പിതൃസ്ഥാനീയനും പ്രാതസ്ഥാനീയനുമായ മഹാകവി എടശ്ശേരിക്ക് നമസ്കാരം. എനിക്ക് ബുദ്ധി ഉറയ്ക്കുന്ന നാളുകളിൽ കണ്ടുകിട്ടിയവർ എടശ്ശേരിയെ പോലെയുള്ള മഹാത്മാക്കളായിരുന്നു എന്നത് ജീവിതത്തിൽ ഒരു മഹാഭാഗ്യം തന്നെയാണ്. സത്യത്തിൽ അവരെന്നെ പഠിപ്പിക്കാതെ പഠിപ്പിച്ചത് ബാക്കി എല്ലാ കലാശാലകളിൽ നിന്നും ഞാൻ പഠിച്ചതിൽ ഏറെയായിരുന്നു. തനി സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ജീവിച്ച അദ്ദേഹം എന്തുമാത്രം അസാധാരണ മനുഷ്യനായിരുന്നുവെന്ന്
പിൽക്കാലത്താണ് എനിക്ക് ബോധ്യമാവുന്നത്. ഉള്ളിൽ തൊട്ട് കവിത എഴുതിയ ഒരാൾ എന്നാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തോന്നാറ്. അകത്തു നിന്നാണ് കവിത വരുന്നത്. തനിക്ക് ഉള്ളിൽ അനുഭവമില്ലാത്ത ഒന്നിനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടില്ല. അതുമല്ല, ഒരു തനി നാടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഒരു തനി നാടൻ കൃഷിക്കാരനായി നിന്നുകൊണ്ട് കവിതപ്പാടത്ത് അദ്ദേഹം വിത്തിറക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും കൃഷിവൃത്തിയുടെ ഏതെങ്കിലും ഒരു ബിംബം കാണാം. പുരാവൃത്തം പോലെ പറഞ്ഞുപോയ പൂതപ്പാട്ടിൽ പോലും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. എപ്പോഴും ഒരു കൃഷിക്കാരൻ്റെ മനോഭാവം, അതും ചേറിലിറങ്ങിയ ഒരു കൃഷിക്കാരൻ്റെ മനോഭാവം, വരമ്പത്ത് നിൽക്കുന്ന ഒരു കൃഷിക്കാരനല്ല. ഈ നിമ്നോന്നതമാം ഭൂമിയിൽ ഈ തേരോടിക്കൽ എനിക്ക് പ്രിയം എന്ന് പറയുമ്പോൾ ഒരു കാളപൂട്ടുകാരൻ്റെ ആവേശം നമുക്കതിൽ കാണാം. മഹാസാരഥിയുടെ ആവേശവുമുണ്ട്. പക്ഷേ മഹാസാരഥിയുടെ ആവേശം ഈ കാളപൂട്ടുകാരൻ്റെ ആവേശത്തെ ശതഗുണീഭവിപ്പിച്ചതാണ് എന്നതാണ് നേരെ. തനിക്കുള്ള സ്വയം എന്നോ ജന്മനാ ലഭിച്ച നർമ്മബോധം ഈ നാടൻ കൃഷിക്കാരൻ്റെ ജീവിത ഗന്ധി എന്ന് പറയാവുന്ന ഒരു നർമ്മബോധമാണ്. ഒരിടത്ത് മറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ചിരിയല്ല, വെളിച്ചത്ത് നിന്നുകൊണ്ട് തന്നെ തന്നെ നോക്കി താൻ അനുഭവിച്ചത് അയവിറക്കിക്കൊണ്ടുള്ള അസാധാരണമായ ഒരു ചിരിയാണ് എടശ്ശേരിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ നിലപാടുകളിൽ ഒരു മായവുമില്ല എന്ന് സത്യസന്ധമായി സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന നമുക്കുള്ള ചുരുക്കം കവികളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പക്ഷം എന്നും എന്നും ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെയായിരുന്നു എന്ന് നമുക്കറിയാം. ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രയോ വലിയ ഒരു ആനന്ദം കിട്ടുന്നു എന്ന് നമുക്ക് കവിതകൾ വായിക്കുമ്പോൾ ബോധ്യമാണ്. ഇതിനൊക്കെ അടിത്തറയായി നിന്ന കാർഷിക വൃത്തിയിൽ തങ്ങളുടെ ജീവിതം പടുത്തുകെട്ടിയ പ്രാചീനമായ ഒരു സംസ്കൃതിയുടെ പ്രകൃതി പ്രേമവും സംരക്ഷണത്വരയും കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ എന്നിടത്തോളം തന്നെ അദ്ദേഹത്തിന് പ്രകൃതിയും പ്രിയപ്പെട്ട കാര്യമായിരുന്നു. മർത്യൻ സുന്ദരനാണ് എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഷാന്തരമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് അദ്ദേഹം വിലപിച്ചത്, അമ്പ നീരാരെ അമ്പ പേരാരെ നീ മാറിപ്പോമോ കേവലമായ ഒരു അഴുക്കുചാലായിരുന്നു. അങ്ങനെ അമ്പ പേരാറും അതിൻ്റെ കൂടെയുള്ള നിലങ്ങളും കാടുകളും കാവുകളും ഒക്കെ തന്നെ ജീർണിതങ്ങളായി തീർന്നതിൻ്റെ സങ്കടം അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിലും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കുമാരനാശാനെ പോലെ മനസ്സിൽ തൊട്ട് കവിത എഴുതിയ ആളുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടി കാണും. പക്ഷേ കുറച്ചേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നവരും ആക്രോശിക്കുന്നവരും വലിയ ശബ്ദത്തിൽ സംസാരിക്കുന്നവരും തീവ്രമായി ആഭിമുഖ്യങ്ങൾ രേഖപ്പെടുത്തിയവരുമൊക്കെ നമുക്കുണ്ട്. പക്ഷെ പറയുന്ന ഓരോ വാക്കും ഉള്ളിൽ തട്ടി കൃത്യമായി മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് തരുന്ന ഒരു കവി. എന്തെഴുതിയാലും തന്നെ താൻ പ്രകീർത്തിക്കാത്ത ഒരു കവി. തൻ്റെ വേദനകൾ മറ്റുള്ളവരുടെ വേദനകൾ മാത്രമാണ് എന്ന് പരസ്യമായി സമ്മതിക്കാൻ തയ്യാറായ ഒരാൾ. താൻ എത്ര കഷ്ടപ്പെടുമ്പോഴും മറ്റുള്ളവരുടെ ദുരിതത്തിൻ്റെ പുറകെ പോകുന്ന ഒരു മനസ്സ്. അങ്ങനെ കേരളീയമായി നമുക്ക് ഇഷ്ടപ്പെട്ട സ്നേഹിക്കാവുന്ന
ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത എന്തെല്ലാമുണ്ടോ അതിൻ്റെയൊക്കെ പ്രതീകമായ ഒരു കവി, വാത്സല്യത്തിൻ്റെ ഇരിപ്പിടമായ ഒരാൾ, താൻ അല്ലാതെയും ഈ ലോകത്ത് ഒരുപാട് ആളുകളുണ്ട് എന്നും അവർക്ക് മഹാസങ്കടങ്ങളുണ്ട് എന്നും ധരിച്ച ഒരാൾ. അങ്ങനെ ഒരാളെ നമുക്ക് ഈ പൊന്നാനിയിൽ കണ്ടുകിട്ടി എന്നത് ഒരു കുടയും തലയ്ക്ക് മുകളിൽ പിടിച്ച് അതെപ്പോഴും ചോളിൽ ചായ്ച്ചു വെച്ച് രാവിലെ കോടതിക്ക് പോകുമ്പോൾ സൂര്യൻ പിൻഭാഗത്താണ്, അത് കഴിഞ്ഞ് വൈകുന്നേരം കോടതിയിൽ നിന്ന് വരുമ്പോഴും സൂര്യൻ പിൻഭാഗത്താണ്. അതുകൊണ്ട് കുട ഒരിക്കലും ചുമലിൽ ചായ്ച്ചല്ലാതെ വയ്ക്കാറില്ല. ആ കുട ഒരിക്കലും മടക്കി അദ്ദേഹം ഒരു ഊന്നുവടിയായി ഉപയോഗിക്കാറില്ല. മടക്കിയാണെങ്കിൽ തന്നെ അത് ചുമലിൽ തൂക്കിയിടുകയോ കയ്യിൽ ഒരു ചൂട്ട് പോലെ പിടിച്ച് നടന്നു പോവുകയോ ചെയ്യും. തനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും ആഭിമുഖ്യമുള്ളത് ഭാഷയോടും കവിതയോടും തൻ്റെ സഹജീവികളോടുമാണ് എന്ന കാര്യം ഉറക്കെ പറഞ്ഞു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃതികൾ പുറത്തു വരുന്ന ഈ സന്ദർഭത്തിൽ അതിന് മുൻകൈ എടുത്ത അക്കാഡമിയെയും അത് പഠിച്ച് സവിസ്തരം നമുക്കൊരിക്കൽ കൂടി ബോധ്യമുണ്ടാക്കി തരാൻ ശ്രമിച്ച പ്രൊഫസർ ശങ്കരനെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇരു കൂട്ടരെയും ഒരുപോലെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മഹാകവി ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ പദ്യകൃതികൾ 4 ഭാഗങ്ങളിലായി വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നമ്മളുടെ കയ്യിൽ എത്തിയിരിക്കുന്നു. ഈ പതിപ്പിൻ്റെ പ്രത്യേകത ഓരോ കവിതയുടെയും ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഉപയുക്തമായ കുറിപ്പുകൾ ശ്രീ KP ശങ്കരൻ എഴുതി ചേർത്തിരിക്കുന്നു എന്നതാണ്. പഴയകാലത്ത് പല കവിതകളും ടിപ്പണികളോടും വ്യാഖ്യാനങ്ങളോടും കൂടി പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ അവയിലധികവും വ്യാഖ്യാതാവിൻ്റെ പാണ്ഡിത്യത്തെ അല്ലാതെ സഹൃദയത്വത്തെ അഭിമന്യിപ്പിക്കാറില്ല. ഇവിടെ സാധാരണ കൈകാര്യം ചെയ്യാത്ത വാക്കുകൾ, പ്രാദേശിക പദങ്ങൾ എന്നിവയുടെ അർത്ഥം പറയുന്നതോടുകൂടി ടിപ്പണിയുടെ പങ്ക് അവസാനിക്കുന്നു. തുടർന്ന് വരുന്നത് വ്യാഖ്യാനമല്ല, ആസ്വാദനമാണ്. ചില പദപ്രയോഗങ്ങളുടെ ചാരുത മുതൽ കവിയുടെ ദാർശനിക ഭാവങ്ങൾ വരെ സ്പർശിച്ചു പോകുന്നവയാണ് ആസ്വാദനം. ദശാബ്ദങ്ങളായി കവിത വായിച്ച് രസിച്ചു പോരുന്ന ഒരു സഹൃദയൻ്റെ വായനാനുഭവം തീർച്ചയായും ഏതുതരം വായനക്കാരനും കൂടുതൽ ഉൾക്കാഴ്ച നൽകാൻ സഹായകമാണ്. സഹൃദയൻ എന്ന് വിശേഷിപ്പിച്ചത് മനഃപൂർവ്വമാണ്. കവിയുടെ ഹൃദയവുമായി പൂർണ്ണമായ അളവിൽ ഐക്യപ്പെട്ടു പോകാൻ സാധിക്കുന്നവൻ സമാന ഹൃദയൻ, സഹൃദയൻ എന്നൊക്കെ പറയുമ്പോൾ ആ പദത്തിൻ്റെ പൊരുൾ പൂർണ്ണമായും വായനക്കാരന് കിട്ടുന്നുണ്ടോ? ഒരു കവി, അദ്ദേഹം എത്ര കേമനായാലും ശരി, തൻ്റെ മനസ്സിൽ നാമ്പിട്ട് പൂവിട്ട ഒരാശയം പകർത്തുമ്പോൾ കുറേയൊക്കെ ചോർച്ച വരും, തീർച്ച. മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കവികളിൽ ഒരാളും ഈ ആത്മപീഡന ഓർത്ത് ഇന്നു ഭാഷ ഇത് അപൂർണമിങ്ങഹു വന്നു പോകുമ്പോഴേയും അർത്ഥശങ്കയാൽ എന്ന് തേങ്ങിയിട്ടുണ്ട്. അപ്പോൾ കവിമനസ്സിനെ മഥിക്കുന്ന വികാരത്തിൻ്റെ ഏറെ പ്രക്ഷീണിതമായ രൂപം നിഴൽ മാത്രം ആണ് നമുക്ക് കിട്ടുക. ആ നിഴലിൽ പിടിച്ച് കവിഹൃദയത്തിലെ സന്ത്രാസം അനുഭവിക്കുന്നവനാണ് സഹൃദയൻ. തുടക്കക്കാരനായ വായനക്കാരന് അങ്ങനെ വിശ്വസ്തനായ ഒരു സഹൃദയൻ്റെ കൈത്താങ്ങ് ഏറെ ഗുണം ചെയ്യും. കുറേ വാക്കുകൾ ചിക്കിപ്പരത്തിയാൽ അത് കവിതയാവും എന്ന് വിശ്വസിക്കുന്നവരെയും, അങ്ങനെ ചിക്കിപ്പരത്താൻ തങ്ങൾക്ക് സാധിക്കുമെന്നതുകൊണ്ട് ചിക്കിപ്പരത്തിയവനെ കവിയായി വാഴ്ത്തിയാൽ ആ പദവി തനിക്ക് തിരിച്ചും കിട്ടും എന്നും വിശ്വസിക്കുന്ന കോർ കവിതാ സംഘത്തിൻ്റെ വിക്രിയകളല്ല ഇവിടെ വിവക്ഷിതം. ഔചിത്യം, വക്രോക്തി, ധ്വനി തുടങ്ങിയ സാരഗർഭങ്ങളായ സാങ്കേതിക പദങ്ങളെ കേവലം അളവുകോലുകളായി മാത്രം കണക്കാക്കാതെ അവയുടെ യഥാർത്ഥ പൊരുൾ എന്തെന്നറിഞ്ഞ് താൻ ആസ്വദിക്കുന്ന കവിതയുടെ ശുദ്ധ ചാരുതകളിലേക്ക് കടന്നു പോകാനുള്ള കരുക്കളായി അവയെ കൈകാര്യം ചെയ്യുന്നതാണ് ശങ്കരൻ്റെ രീതി. ഇങ്ങനെ
കവിത പിഴിഞ്ഞ് അതിലെ അമൃത് പുറത്തെടുക്കുന്നത് കൊണ്ടാണോ KP എന്ന പേരിനോട് ചേർത്തത് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മികച്ച സഹൃദയൻ്റെ വായനാനുഭവം ഈ പുസ്തകത്തിൻ്റെ മൂല്യം 10 മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1-2 ഉദാഹരണങ്ങൾ. ബുദ്ധനും ഞാനും നരിയും എന്ന പ്രശസ്തമായ ഒരു കവിത മിക്കവാറും നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്. ഇടശ്ശേരി ഭക്തനാണോ ഭൗതികവാദിയാണോ? അദ്ദേഹം കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ? ഒരിക്കൽ കോൺഗ്രസ്സുകാർ ഇടശ്ശേരിയെ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുകയുണ്ടായത്രേ. കമ്മ്യൂണിസ്റ്റുകാരും കവി പറഞ്ഞ മറുപടി എന്താണെന്നോ? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഞാൻ ആ ഭാരം ഏൽക്കാം. ഈ വൈരുദ്ധ്യം ജീവിതത്തിൽ പലതരത്തിൽ നമ്മളെല്ലാവരും നേരിടുന്നുണ്ട്. ഈ കവിതാ രീതി, ഇതിൻ്റെ പൊരുൾ ശങ്കരൻ എത്ര ഹൃദ്യമായിട്ടാണ് അനാവരണം ചെയ്യുന്നത്. ബുദ്ധനും ഞാനും നരിയും എന്ന കവിതയുടെ ശീർഷകം തന്നെ നോക്കൂ. ഒരു വശത്ത് ഹിംസയുടെ പ്രതീകമായ നരി, മറുവശത്ത് അഹിംസയുടെ അവതാരമായ ബുദ്ധൻ. ഞാൻ അതിൻ്റെ നടുവിലാണ്. ബുദ്ധൻ, നരി, ഞാൻ എന്നീ 3 പദങ്ങൾ എങ്ങനെ വെച്ചാലും അർത്ഥം ഒന്നു തന്നെയായിരിക്കവേ ഞാൻ എന്ന പദത്തെ മറ്റ് രണ്ടിൻ്റെയും നടുവിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ രസികത്വം കാവ്യാനുശീലനം സാധനയാക്കിയ ഒരു സുമനസ്സിനെ തോന്നൂ. പുതുവായനക്കാരന് വഴികാട്ടിയായ വെളിച്ചം തന്നെയാണിത്. മകൻ്റെ വാശിക്ക് മുമ്പിൽ അച്ഛൻ കീഴടങ്ങുന്ന പ്രമേയം വിവരിക്കുന്ന ഒരു കവിതയിൽ പ്രഭാതം ആവിർഭവിച്ചു കഴിഞ്ഞാൽ അതിനെ വാർത്തെടുത്ത് ഇരുട്ട് പിൻവാങ്ങണം എന്ന തത്വം എത്ര സമഞ്ജസമായി പ്രമേയവുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ആദ്യ വായനയിൽ സാമാന്യം നല്ലൊരു വായനക്കാരൻ പോലും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ പൊരുൾ. ഇത് കിട്ടിയാലോ മുത്തു വീണ് കിട്ടിയ സന്തോഷവും. ആ കവിതയുടെ വൃത്തസ്വീകരണത്തിൻ്റെ സവിശേഷതയിലേക്കും കവി ശ്രദ്ധിക്കുന്നുണ്ട്. വരിയുടച്ചാലേ കരുത്തുണ്ടാവൂ എന്നതാണല്ലോ പക്ഷേ ഇപ്പോഴത്തെ ധാരണ. ഇതേപോലെ തന്നെ ചില പദങ്ങളുടെ വ്യാകരണപരമായ സവിശേഷതകൾ എങ്ങനെ ആ കവിതകളെ അഭിരാമമാക്കുന്നു എന്നും ശങ്കരൻ വിശദീകരിക്കുന്നുണ്ട്. കൂട്ടുകുടുംബത്തിൻ്റെ അന്തരീക്ഷം അന്യമായ പുതുവായനക്കാരന് പൂതപ്പാട്ട് മുഴുവൻ ഉൾക്കൊള്ളാനാവുമോ എന്ന ശങ്ക അർത്ഥഗർഭമാണ്. വാത്സല്യത്തോടെ ഒപ്പിവടിച്ച് കുഞ്ഞിനെ ഊട്ടുന്നതോടൊപ്പം അമ്പിളിമാവനെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. കുട്ടിയെ പ്രകൃതിയോട്, പ്രകൃതി സൗന്ദര്യത്തോട്, പ്രകൃതിയുടെ അപാരതയോട് അടുപ്പിക്കുന്നു എന്നുകൂടി ഇവിടെ കാണണം എന്ന് ശങ്കരൻ നിരീക്ഷിക്കുന്നു. അങ്ങേ വീട്ടിലേക്ക് എന്ന കവിത തുടങ്ങുന്നത് വിവേകത്തിൻ്റെ ഭാഷയായ വിതരവാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. വിവാഹ സമ്മാനത്തിലെ പായൽ പരന്നും ഇരുൾ പരന്നും ഉള്ള കുളത്തിൻ്റെ ധ്വനി തീവ്രത നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആസ്വാദനം. ഏത് കവിതയെപ്പറ്റിയും പറയാം ഈ മാതിരി ഒരുപാട് കാര്യങ്ങൾ. ഇടശ്ശേരി കവിതയ്ക്ക് ശങ്കരഭാഷ്യം ചേരുമ്പോൾ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ഇനി പ്രസാധനത്തെക്കുറിച്ച്. ഓരോ വാള്യത്തിലെയും കവിതകളുടെ ശീർഷകവും ആദ്യ വരിയും അനുബന്ധമായി ചേർക്കാമായിരുന്നു. അതേപോലെ ശങ്കരൻ്റെ കുറിപ്പുകൾ അവസാനം ഒന്നിച്ചു ചേർക്കുന്നതിന് പകരം ഓരോ കവിതയുടെയും തൊട്ട് മുൻപോ പിൻപോ ചേർക്കുകയായിരുന്നില്ലേ നല്ലത് എന്ന് എനിക്ക് വ്യക്തിപരമായി ഒരഭിപ്രായമുണ്ട്. ഇടശ്ശേരി തൻ്റെ സമാഹാരങ്ങളിൽ ചേർത്തിട്ടില്ലാത്ത 25 കവിതകൾ ഈ പുതിയ പതിപ്പിലും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ മുൻപ് വന്ന സമ്പൂർണ്ണ സമാഹാരങ്ങളിൽ അവ ചേർത്തിട്ടുണ്ട് താനും. എന്ന് മാത്രമല്ല ഇടശ്ശേരി വെബ്സൈറ്റിൽ അവ ശങ്കരൻ്റെ കുറിപ്പുകളോടെ നമുക്ക് ലഭ്യമാണ് താനും. പിന്നെ ഇവിടെ മാത്രം അതിനെ എന്തിനാണാവോ ഒഴിവാക്കിയത്? പ്രൊഫസർ KP ശങ്കരൻ്റെ കുറിപ്പുകളോടുകൂടി ഇടശ്ശേരി കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരം 4 വാള്യങ്ങളായി പുറത്തിറങ്ങുകയാണല്ലോ. മലയാള സാഹിത്യ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത്. അതോടൊപ്പം തന്നെ വളരെ ആഹ്ലാദകരമായ കാര്യവുമാണ്. ഈ സമ്പൂർണ്ണ സമാഹാരത്തിന് പല സവിശേഷതകളുമുണ്ട്. പൂർണ്ണ പബ്ലിക്കേഷൻസാണ്
ഈ സമ്പൂർണ്ണ സമാഹാരം ഇറക്കുന്നത് എങ്കിലും ഇതിനു വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നത് ഇടശ്ശേരി സ്മാരക സമിതിയാണ്. ഈ പുസ്തക വിൽപ്പനയിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഭൗതികമായ ചുറ്റുപാടുകൾ ഉയർത്താൻ വേണ്ടിയാണ് വിനിയോഗിക്കുക. ഭൗതികമായ ചുറ്റുപാടുകൾ എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ആത്മീയ തലത്തിൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ മൂല്യങ്ങളുടെ തലത്തിൽ നോക്കുകയാണെങ്കിലും ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഭൗതികമായ ചുറ്റുപാടുകളുടെ ഉയർച്ചയും കാലത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ. അതിനുവേണ്ടി ഈ പുസ്തകം, ഈ സമാഹാരത്തിൻ്റെ വിൽപ്പനയിൽ നിന്നുള്ള ലാഭം ഉപയോഗപ്പെടുത്തുമെന്നത് വളരെ നല്ലൊരു കാര്യമാണ്. മറ്റൊരു സവിശേഷതയുള്ളത് പ്രൊഫസർ KP ശങ്കരൻ്റെ കുറിപ്പുകളോടുകൂടിയാണ് ഈ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നത് എന്ന കാര്യമാണ്. ഇടശ്ശേരിയുടെ കാവ്യപ്രപഞ്ചത്തിലേക്ക് ഉള്ള യാത്രയിൽ ആസ്വാദകർക്ക് വലിയൊരു വഴികാട്ടിയായിരിക്കും ശങ്കരൻ മാഷുടെ കുറിപ്പുകൾ. കാരണം ഇടശ്ശേരി കവിതകളിൽ ധാരാളം ഗ്രാമ്യ പദങ്ങൾ കണ്ടെത്താൻ കഴിയും. പറയുകയാണെങ്കിൽ ഇടപ്പാൾ ചുങ്കത്തിനും പൊന്നാനി അങ്ങാടിക്കും ഇടയിൽ മാത്രം നിലനിൽക്കുന്ന ധാരാളം പദങ്ങൾ ഇടശ്ശേരിയുടെ കവിതകളിലുണ്ട്. ആ പദങ്ങളുടെ അർത്ഥധ്വനികളിലേക്ക് കടക്കാൻ തീർച്ചയായിട്ടും ശങ്കരൻ മാഷുടെ ഈ കുറിപ്പുകൾ സഹായിക്കും. സഹൃദയ ലോകത്തിന് വലിയൊരു സംഭാവനയാണ് ശങ്കരൻ മാഷ് ഈ കുറിപ്പുകളിലൂടെ നൽകുന്നത്. അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യവുമാണ് ഇത്. ഇങ്ങനെ ഈ ഇടശ്ശേരി കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരം സഹൃദയരിലേക്ക് എത്തിച്ചേരേണ്ടത് കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ഇടശ്ശേരി കവിതകൾ ഈ കാലം കൂടുതൽ ആവശ്യപ്പെടുന്നു. ഇടശ്ശേരിയുടെ നിലപാടുകൾ, ജീവിത വീക്ഷണങ്ങൾ, വിവേകം, ഇതെല്ലാം തന്നെ ഇന്നത്തെ കാലത്തിന് ഒരു ഔഷധം രോഗിക്കെന്ന പോലെ പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇടശ്ശേരി കവിതകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത് സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടശ്ശേരിയെപ്പറ്റി ആലോചിക്കുമ്പോൾ ഹിമാലയ പർവ്വതത്തെയാണ് ഓർമ്മ വരിക. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയം പോലെയുള്ളൊരു പ്രതിഭാസമാണ് ഇടശ്ശേരിയുടെ കവിതകൾ, അല്ലെങ്കിൽ ഇടശ്ശേരി എന്ന മഹാകവി. പല മഹാകവികളും മരിച്ചു കഴിഞ്ഞാൽ മങ്ങിപ്പോകുന്നത് കാണാം, അല്ലെങ്കിൽ ചെറുതായി പോകുന്നത് കാണാം. എന്നാൽ ഇടശ്ശേരി ദിവസം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ തട്ടകക്കാരനാണല്ലോ മഹാകവി ഇടശ്ശേരിയും. എഴുത്തച്ഛൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാർശനികമായ മഹിമയുടെ അനന്തരാവകാശി ശ്രീനാരായണ ഗുരുവാണെങ്കിൽ എഴുത്തച്ഛൻ്റെ സ്വഭാവ മഹിമയുടെ അനന്തരാവകാശി ഇടശ്ശേരിയാണെന്ന് പറയേണ്ടി വരും. ശ്രീനാരായണ ഗുരുവിൻ്റെ സാഹിത്യ സപര്യയുടെ ഉദ്ദേശം തന്നെ അഭേദബോധം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അഖണ്ഡാവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു. എഴുത്തച്ഛൻ്റെ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്ന ആ വഴി തന്നെ ഇടശ്ശേരി എഴുത്തച്ഛൻ്റെ സ്വഭാവ മഹിമയുടെ അവകാശിയായി എന്ന് പറയാൻ കാരണം സാധാരണ കവികൾക്കുള്ള പേരിനുള്ള മോഹം, പ്രശസ്തിക്കുള്ള മോഹം എഴുത്തച്ഛൻ്റെ പോലെ തന്നെ ഇടശ്ശേരിക്കും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ്.
മർഡർ ഇൻ കാത്തഡ്രൽ എന്ന നാടകത്തിൽ T.S. എലിയറ്റ് ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അതിലെ ആർച്ച് ബിഷപ്പിനെ 3 ടെംപ്റ്റേഴ്സ് പരീക്ഷിക്കാൻ വേണ്ടി വരികയാണ്, പ്രലോഭകർ. ആദ്യത്തെ ടെംപ്റ്റർ സമ്പത്താണ്, രണ്ടാമത്തെ ടെംപ്റ്റർ സ്ത്രീയാണ്. സാത്വികനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ആദ്യത്തെ 2 ടെംപ്റ്റർമാരെയും നിഷ്പ്രയാസം ഒഴിവാക്കി വിട്ടു. പക്ഷേ മൂന്നാമത്തെ ടെംപ്റ്റർ എന്താണ്? മരണാനന്തരം തൻ്റെ പേര് നിലനിൽക്കണം എന്ന ആഗ്രഹമാണ്, പേരിനുള്ള മോഹമാണ് ഒടുക്കത്തെ ടെംപ്റ്റർ. അതിൻ്റെ മുമ്പിൽ ആർച്ച് ബിഷപ്പ് പതറിപ്പോവുകയാണ്. അപ്പോൾ ആർക്കുമുള്ള ഒരു മോഹമാണ് താൻ മരിച്ചു കഴിഞ്ഞാലും തൻ്റെ പേര് നിലനിൽക്കുക എന്ന്. ഈ പ്രലോഭനം കൂടി അതിജീവിച്ചവരായിരുന്നു എഴുത്തച്ഛനും ഇടശ്ശേരിയും എന്ന് പറയേണ്ടി വരും. എഴുത്തച്ഛൻ തൻ്റെ പേര് പോലും കൃതിയിൽ സൂചിപ്പിക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം എഴുതിയിരുന്നത് എഴുത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടായിരുന്നു, സമൂഹത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതേപോലെ തന്നെ ഇടശ്ശേരിയും പേരിനും പ്രശസ്തിക്കും പിറകെ പോയിട്ടില്ല. ലളിതമായ ജീവിതം, താൻ കർമ്മം ചെയ്യുന്നു, എഴുത്തിൻ്റെ സർഗാത്മകമായ സന്തോഷത്തിനു വേണ്ടിയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനിക്കാർക്ക് മാത്രം അറിയുന്ന ചില പദങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്കൊന്നും ഇത് മനസ്സിലാകില്ലല്ലോ, അതുകൊണ്ട് തൻ്റെ പേരവിടെയൊന്നും എത്തില്ലല്ലോ എന്ന ആശങ്കയൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. തനിക്ക് ആവിഷ്കരിക്കാനുള്ള ആശയത്തിന് ഏറ്റവും അനുയോജ്യമായ പദം ഉപയോഗിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നുള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്, എഴുത്തച്ഛൻ്റെ സ്വഭാവ മഹിമയുടെ അനന്തരാവകാശി ഇടശ്ശേരിയാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. ആധുനിക കാലത്ത് ജീവിച്ചിരുന്നു കൊണ്ട് തന്നെ പ്രവാചക തുല്യമായ രീതിയിൽ ആധുനികതയുടെ വിമർശകനായി അദ്ദേഹം പ്രകൃതിയോടും പരിസ്ഥിതിയോടും വളരെ അനുതാപം, മറ്റ് ജീവജാലങ്ങളോടും അനുതാപം കാണിക്കുമ്പോൾ തന്നെ മനുഷ്യനെ തൊട്ട് കളിക്കുന്ന കാര്യം വന്നാൽ അദ്ദേഹം മനുഷ്യപക്ഷത്ത് നിന്നു. കാരണം മനുഷ്യനില്ലെങ്കിൽ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഒന്നും യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ വലിയൊരു മാനവികതയുടെ കൊടുമുടിയിലായിരുന്നു അദ്ദേഹം നിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ എത്ര കൃത്യമായിരുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹൂർത്തത്തിലാണ്. അദ്ദേഹം വലിയൊരു കർമ്മയോഗിയായിരുന്നു. കർമ്മത്തിൽ നിന്നുള്ള പ്രതിഫലത്തെപ്പറ്റി അദ്ദേഹം ആശങ്കാകുലനേ ആയിരുന്നില്ല. കൃഷ്ണവാരി മാഷ് പറഞ്ഞിരുന്നു, ഇടശ്ശേരിക്ക് ശ്രീകൃഷ്ണനെപ്പറ്റി, ശ്രീകൃഷ്ണ ആവിഷ്കരിക്കുന്ന ഒരു മഹാകാവ്യം രചിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന്. എനിക്ക് തോന്നുന്നത് ഗീതയിലെ ഈ നിഷ്കാമ കർമ്മത്തിൻ്റെ ഒരു ആരാധകനായിരിക്കാം അദ്ദേഹം. ആ ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള കാവ്യം ഇടശ്ശേരി എഴുതിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മഹാത്മജിയുടെ സങ്കല്പത്തിലുള്ള ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയുമെല്ലാം ഇടശ്ശേരി കാവ്യത്തിലൂടെ ആവിഷ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ വിശേഷിച്ചും നാം ആഗ്രഹിക്കുക തന്നെ ചെയ്യും. എത്രയോ കാര്യങ്ങൾ ഇടശ്ശേരിയെപ്പറ്റി പറയാനുണ്ട്. എൻ്റെ വ്യക്തിപരമായ ചില അനുഭവം എനിക്ക് മാത്രം പറയാൻ കഴിയുന്നതായിരിക്കും. കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ വല്യമ്മയുടെ പുഷ്പോത്ത വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു വക്കീൽ ഗുമസ്തൻ എന്ന നിലയ്ക്ക് ഇടശ്ശേരി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ ഞാനും അവിടെ കളിക്കാനുണ്ട്. പെട്ടെന്ന് വല്യമ്മ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഗോവിന്ദാരെ, നിങ്ങൾ ഇത്ര വലിയ ആളാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന്. കാരണം അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ വാർത്ത വന്നിരുന്നു.
ഇത് പറഞ്ഞിട്ടും അദ്ദേഹം ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആ പുഞ്ചിരിയിൽ ഈ പേരിൻ്റെയും പ്രശസ്തിയുടെയും എല്ലാം അർത്ഥവും അർത്ഥക്കേടും തെളിയുന്നതായിരുന്നു. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ എന്ന ആ വരികളുടെ പൊരുൾ പ്രകാശിക്കുന്ന ചിരിയായിരുന്നു അത്. ഇതേപോലെ തന്നെ MGS കുട്ടിയെ പഠിക്കുന്ന കാലത്ത് ചെറുപ്പത്തിൽ ഇടശ്ശേരിയിനായിട്ട് വളരെ അടുപ്പമായിരുന്നു. MGS കവിതകൾ എഴുതിയിരുന്നു. ഈ കവിത ഇടശ്ശേരിക്ക് കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. MGSനെ തിരഞ്ഞ് വീട്ടിൽ പോയി ഇയാൾക്ക് കവിത എഴുതുന്ന കുറച്ച് സൂക്കേടുണ്ട് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ പോയി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു പുതിയ ചെറുപ്പക്കാരൻ എഴുതി തുടങ്ങുമ്പോഴേക്ക് നിർവ്യാജമായിട്ടുള്ള അതിനോടുള്ള ആഹ്ലാദം, അതിനെ അംഗീകരിക്കാനുള്ള സന്മനസ് ആർക്കാണ് ഇത് സാധിക്കുക? അങ്ങനെ ദിവസം പ്രതി വളരുന്ന ഹിമാലയം പോലെയുള്ള ഇടശ്ശേരിയുടെ കവിതകളുടെ സമ്പൂർണ്ണ സമാഹാരം പുറത്തേക്ക് വരുന്നത് വളരെ നല്ല കാര്യമാണ്. ഏറ്റവും ആവശ്യമുള്ളൊരു കാലത്താണ് ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിൽ നിന്നുള്ള വരുമാനം തീർച്ചയായിട്ടും ഇടശ്ശേരി സ്മാരക സമിതി, പിന്നെ ഈ മാധവൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇടശ്ശേരി സ്മാരക സമിതിയുടെ ഭൗതികമായ സാഹചര്യങ്ങളുടെ ഉന്നമനത്തിന് സഹായകരമാകട്ടെ. അതേപോലത്തെ തന്നെ സഹൃദയ ലോകത്തെ കൂടുതൽ വെളിച്ചത്തിലേക്ക് നയിക്കാനും ഈ സമാഹാരത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബുദ്ധനെക്കൊണ്ട് എന്താണ് പ്രയോജനം എന്ന ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് പ്രശസ്തമായ ഒരു സെൻ ബുദ്ധ കഥയുണ്ട്. ഒരു സംഘം ബുദ്ധഭിക്ഷുക്കൾ വിജനമായ ഒരു സ്ഥലത്ത് അകപ്പെട്ടു. കൊടിയ ശൈത്യമാണ്. തണുപ്പ് കൊണ്ട് മരവിച്ച് മരിക്കാറായി. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ദാരു ബുദ്ധശില്പമാണ്. മരത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ബുദ്ധശില്പം. ഈ കൊടിയ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ആ ബുദ്ധനെ വെട്ടിക്കേറി, കയ്യിലുണ്ടായിരുന്നൊരു ആയുധം കൊണ്ട് വെട്ടിക്കേറി കത്തിച്ചു. അങ്ങനെ ഒരു ദാരുബുദ്ധനെ കഷണങ്ങളാക്കി അത് കത്തിച്ച് കൊടിയ ശൈത്യത്തിൽ നിന്ന് ജീവനെ രക്ഷിച്ചു. ഇതൊരു പഴയ സെൻബുദ്ധ കഥയാണ്. ഒരുപക്ഷെ ഇടശ്ശേരി ഇത് വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ആധുനിക കാലത്ത് ഈ സെൻബുദ്ധ ദർശനത്തെ ഏറ്റവും നവീനമായ രീതിയിൽ സാക്ഷാത്കരിച്ച കാവ്യമാണ് ഇടശ്ശേരിയുടെ ബുദ്ധനും ഞാനും നരിയും. അരിയില്ല, തുണിയില്ല, ദുരിതമാണെന്നാലും നരി തിന്നാൽ നന്നോ മനുഷ്യന്മാരെ എന്നതിൽ ഇടശ്ശേരി ചോദിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ടവൻ കുട്ടികൾക്ക് അരിയും കൊണ്ട് വരുമ്പോഴാണ് കൊടുങ്കാട്ടിൽ വെച്ച് ഒരു പുലി ആക്രമിക്കാൻ വന്നത്. പുലിയിൽ നിന്ന് രക്ഷപ്പെടാനായി അയാൾ പുലിവാലിൽ കയറി പിടിച്ചു. പ്രശ്നത്തിൻ്റെ വാലിൽ കയറി പിടിച്ചാൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഒന്നുകിൽ പ്രശ്നത്തെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ പ്രശ്നം നമ്മളെ അവസാനിപ്പിക്കണം. പുലിവാലിൽ കയറി പിടിച്ച ആ മനുഷ്യനെ സംബന്ധിച്ച് ഒന്നുകിൽ പുലിയെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ തന്നെ അവസാനിപ്പിക്കണം എന്ന ഒരു വലിയ നാടകീയ പ്രതിസന്ധി വന്നു. അവിടെ വലിയ ഒരു ബുദ്ധവിഗ്രഹമുണ്ടായിരുന്നു. ആ ബുദ്ധവിഗ്രഹം വളരെ പുരാതനമാണ്. പക്ഷേ ഇടശ്ശേരി തന്നെ പറയുന്നുണ്ട്, ഇന്ന് ആ ബുദ്ധവിഗ്രഹത്തിൻ്റെ ഒരേ ഒരു പ്രയോജനം ഇര തേടും ക്രൗര്യങ്ങൾ ഉരപ്പതും അറിയാത്ത ഒരുതരം ധ്യാനപരതയോടുകൂടിയാണ് ആ ബുദ്ധൻ നിൽക്കുന്നത്. ആ ബുദ്ധൻ്റെ ശരീരത്തിലാണ് ഇര തേടുന്ന ക്രൗര്യങ്ങൾ അവരുടെ നഖങ്ങൾ ഉരച്ച് മൂർച്ച കൂട്ടുന്നത്. അതൊരു ചരിത്രത്തിൻ്റെ അസാധാരണമായ കാവ്യദർശനമാണ്. ആ ബുദ്ധൻ്റെ പ്രതിമ എടുത്താണ് ആ മനുഷ്യൻ നരിയെ കൊല്ലുന്നത്. ബുദ്ധൻ്റെ പ്രതിമ നരിയുടെ മേലേക്ക് തള്ളിയിട്ട് തൻ്റെ അരിയും തൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ജീവനവും രക്ഷിച്ചു. അവസാനം ഇടശ്ശേരി പറയും, ഇടയുള്ളോർ വാദിപ്പിൻ, ലക്ഷ്യവും മാർഗവും ഇടറിയോ, ഞാനൊന്ന് തലചായ്ക്കട്ടെ. ഇത് ഇടശ്ശേരിയുടെ മാത്രം ദർശനമാണ്. ലോക കവിതയിൽ ഈ വിധത്തിലൊരു സമനില മാപ്പില്ല എന്ന കവിതയിൽ നേരത്തെ തന്നെ ഇടശ്ശേരി എഴുതിയിട്ടുണ്ട്.
ചോരക്കൈവാളിനൂണാം അരിയൊരജകിശോരത്തെ മീളാൻ കുനിഞ്ഞുള്ളോര കണ്ഠത്തിൽ നിന്നൂറിയിടിന മൃദു കരുണാവായ്പിൽ ആഴുമ്പോഴെല്ലാം ഹാ രക്ഷയ്ക്കാത്മകർമ്മം ശരണം, ഇതരമില്ലില്ല മാപ്പെന്ന ഗീറിൻ ക്രൂരത്വത്താൽ ഉയർത്തപ്പെടുക ഹൃദയമേ പിന്നെയും പിന്നെയും നീ. ഈ ബുദ്ധൻ്റെ മൃദു കരുണാവായ്പിൽ പൂർണ്ണമായും ആഴ്ന്നു പോയാൽ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അവിടെ സ്വകർമ്മത്തിൻ്റെ ബലം കൊണ്ട് ചിലപ്പോൾ ആ സ്വകർമ്മത്തിൻ്റെ ക്രൗര്യത്താൽ ഉയർത്തപ്പെടുകയും വേണ്ടി വരും. ഇത് ബുദ്ധനും ഞാനും നരിയും എന്ന കവിതയിലുമുണ്ട്. അയൽപക്കത്തുള്ളവൻ വെടിമരുന്ന് ചിക്കുമ്പോൾ ഞാൻ എൻ്റെ പായയിൽ നെല്ല് ചിക്കണോ എന്നും ഇടശ്ശേരി ചോദിച്ചിട്ടുണ്ട്. ഈ അസാധാരണമായ ഗ്രാമീണൻ്റെ സമനിലയാണ് 20-ാം നൂറ്റാണ്ടിലെ കവികളിൽ അക്കിത്തത്തെ അഗ്രിമസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നെല്ലുകുത്തുകാർ പാറുവിൻ്റെ കഥയിലും അതാണ്. ആ സുന്ദരനായ മുതലാളി കാമുകനേക്കാൾ എത്രയോ കാരുണ്യവാനായും രക്ഷാകർത്താവായും അവസാനം വെളിപ്പെടുന്നത് കാണുമ്പോൾ ക്രൗര്യം തോന്നിക്കുന്ന ആ തെരുവിലെ മനുഷ്യൻ തന്നെയാണ്. ഈ വൈരുദ്ധ്യം ഒരുപക്ഷെ മനുഷ്യൻ്റെ സൗന്ദര്യമായി ഇടശ്ശേരി വിലയിരുത്തി. മനുഷ്യദർശനം, ഏറ്റവും ഉദാത്തമായൊരു മനുഷ്യദർശനമാണ് ഇടശ്ശേരി ഉണ്ടാക്കിയത്. മർത്യൻ സുന്ദരനാണ്, അതിൻ്റെ കേന്ദ്ര പ്രമേയം അതാണ്. മർത്യൻ സുന്ദരനാണ് കാരണം ഉയിർക്കൊള്ളും വികാരങ്ങൾ തൻ നൃത്യത്തിന് മുതിർക്കുവാൻ സ്വയമണിഞ്ഞിട്ടൊരരങ്ങാണവൻ. അത്യന്തം കമനീയമേ മഹിതമായാലും മറിച്ചാകിലും തൽഭാവങ്ങൾ അപൂർണമാണ് അളവുകോലെന്നുള്ള കാലം വരെ. ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തെ സൗന്ദര്യ മാനദണ്ഡമാക്കിക്കൊണ്ടുണ്ടായ ഈ ദർശനം മനുഷ്യൻ്റെ അളവുകോൽ അപൂർണമായിരിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ സുന്ദരൻ തന്നെയാണ്. ഇത് അക്കിത്തത്തിൻ്റെ ഇടശ്ശേരിയുടെ കാവ്യദർശനങ്ങളിൽ ഉടനീളമുള്ള ഒരു മഹാബലമാണ്. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം, മടുപ്പനത്രേ കൊട്ടാരം അയത്ന സുലഭ സുഖാകാരം. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിന് ജീവിത പലഹാരം, വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ. വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ, വിയോഗമെന്തെന്നറിയാൻ അരുതാത്ത അവിഘ്ന സിദ്ധപ്രണയങ്ങൾ, ഒരിറ്റ് നിണവും വീഴാതെ അഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ. എനിക്ക് രസം അത്യാസന്നോദയ വികാര വിപ്ലവ ദൃശ്യങ്ങൾ, അഗാധ ഹൃദയഹ്രദ മഥനോത്ഥിത സൗന്ദര്യ പ്രതിഭാസങ്ങൾ. അതുകൊണ്ട് എനിക്ക് രസം ഈ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേതിരുൾക്കുഴിമേലുരുളട്ടെ വിടില്ല ഞാൻ ഈ രശ്മികളെ. ആധുനിക മനുഷ്യ സമൂഹത്തിന് ഇടശ്ശേരി തന്നത് ഈ കാവ്യരശ്മികളാണ്. ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും കെട്ടുപോകാത്ത ഈ കാവ്യരശ്മികളാണ് ഇപ്പോൾ വീണ്ടും നേരത്തെ ഒരിക്കൽ സമാഹരിക്കപ്പെട്ടതാണെങ്കിലും സമ്പൂർണ്ണമായ സമാഹരണം നടത്തിക്കൊണ്ട് ഇടശ്ശേരി സ്മാരക സമിതി ഇപ്പോൾ മലയാളികളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രാൻറ്റിൻ്റെ സഹായത്തോടു കൂടി 4 വോള്യങ്ങളിലായി ഇടശ്ശേരിയുടെ പൂർണ്ണ സമാഹാരം പൂർണ്ണ ബുക്ക് സ്റ്റാൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതിലെല്ലാം ഉണ്ട് ഇടശ്ശേരിയുടേതെല്ലാം. അതിന് KP ശങ്കരൻ മാഷ് ഓരോ കവിതയ്ക്കും എഴുതി ചേർത്തിരിക്കുന്ന അന്യാദൃശമായ സമാനതകളില്ലാത്ത പിന്തുടർച്ചകളില്ലാത്ത മൗലിക പഠനങ്ങളുമുണ്ട്. ആ പുസ്തകമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. മഹാകവി അക്കിത്തത്തെ കൊണ്ട് ഇത് പ്രകാശിപ്പിക്കണമെന്നായിരുന്നു ഇടശ്ശേരിയുടെ മക്കളുടെയും ട്രസ്റ്റിൻ്റെയൊക്കെ ആഗ്രഹം. നിർഭാഗ്യവശാൽ അതിന് കാത്തു നിൽക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട മഹാകവി ഇടശ്ശേരിയുടെ ശിഷ്യൻ, ലോകത്തിലെ ഒരുപക്ഷെ സർവഭൂത ഹൃദയത്വമുള്ള ഇടശ്ശേരിയുടെ ശിഷ്യൻ യാത്രയായി. എങ്കിലും ആ 2 മഹാപ്രതിഭകളും ചേർന്ന് ലോകത്തിന് സമ്മാനിച്ച ഒരു തരത്തിലും നമുക്ക് താരതമ്യം ചെയ്യാനില്ലാത്ത മൗലിക കാവ്യദർശനത്തിൻ്റെ മനുഷ്യ സംസ്കാര സഞ്ചയം ഇതാ ഇടശ്ശേരിയുടെ സമ്പൂർണ്ണ കവിതകളായി പുറത്തു വരുന്നു. ഇടശ്ശേരിയെ ആദരിച്ചും സ്നേഹിച്ചും മാത്രം അക്ഷരത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു എളിയ കാവ്യോപാസകൻ എന്ന നിലയിൽ ഈ സമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് എല്ലാവിധ സ്നേഹാശംസകളും അറിയിക്കുന്നു.